everyone, എല്ലാവർക്കും വേദാന്തു മലയാളം ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇംപ്രൂവ്മെന്റ് എക്സാം ഒക്കെ ഇങ്ങനെ ഡോറിന്റെ അടുത്തെത്തി ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്നിപ്പം അടുത്ത മൺഡേ ആണ് നിങ്ങളുടെ എക്സാം വരുന്നത്. നമ്മൾ കെമിസ്ട്രിയിലുള്ള ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ചാപ്റ്റേഴ്സിനും 15+ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇനി നമ്മൾ ഓർഗാനിക്കിൽ 2 ചാപ്റ്റേഴ്സ് അല്ലാത്ത ബാക്കി നമുക്കുള്ള നമ്മുടെ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ, തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം ആൻഡ് റിഡോക്സ് റിയാക്ഷൻ, ഈ 4 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോർ ദാൻ 50 ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മൾ ഇന്ന് ടോട്ടൽ നോക്കുന്ന സമയത്ത് ഫുള്ള് ഡിസ്കസ് ചെയ്യുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് പ്രീവിയസ് ഇയറിൽ നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതിൻ്റെ ബേസിസിലാണ് ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്റ്റീവായിട്ട് ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയായി അടിപൊളിയായിട്ട് ഇരിക്കല്ലേ? ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കിയാലോ? ഈസി ആയിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് തീർത്തു പോകാം. എത്ര സമയം ഉണ്ടാവും ഈ ഒരു വീഡിയോ എന്നുള്ളതിൽ എനിക്ക് വലിയ ധാരണയില്ല. നമുക്കൊന്ന് നോക്കി നോക്കാം. എത്ര പെട്ടെന്നാണ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിയുന്നത് അത്രയും പെട്ടെന്ന് നമുക്ക് ഇതൊന്ന് ഫിനിഷ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് സമയത്തിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടമാവുക എന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കുറച്ച് ലോങ് ആവുന്നുണ്ടായിരിക്കും. എന്തായാലും നിങ്ങൾ ഫുള്ള് കണ്ടിട്ട് പോകാട്ടോ. ലോങ് ആയാലും കാണാതിരിക്കരുത്. ഒരു ക്വസ്റ്റ്യൻ മിസ്സായാൽ നിങ്ങൾക്ക് അത്രയും സ്കോർ മിസ്സാവും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇംപ്രൂവ്മെന്റ് എക്സാം ആണ്. നമ്മുടെ എന്താ പറയുക, ആനുവൽ എക്സാം എഴുതിയ പോലെയല്ല ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതേണ്ടത്. കാരണം നമുക്ക് ആനുവൽ എക്സാം നമ്മൾ ഓൾറെഡി എഴുതി നമുക്ക് കുറച്ച് മാർക്കൊക്കെ കിട്ടി. അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇംപ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇംപ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കാട്ടും കൂടുതൽ മാർക്ക് കിട്ടാൻ അതിനെക്കാട്ടും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സോ അങ്ങനെയൊക്കെ ഈ സീരിയസ്നെസ് മനസ്സിൽ വെച്ചിട്ട് തന്നെ നിങ്ങളിതൊക്കെ കാണാനായിട്ട് നിൽക്കുക. ഓക്കെ, യെസ്, കൂടുതൽ നിങ്ങളെ സംസാരിപ്പിച്ചിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ഏത് ചാപ്റ്റർ ആണ് എന്താണെന്നുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോവാം. അതിന് മുന്നേ ആരെങ്കിലും ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ആൻഡ് അഗെയിൻ, നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങൾക്ക് എപ്പോഴാണ് ഈ വീഡിയോ ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എക്സാമിൻ്റെ തലേ ദിവസമാണെങ്കിലും എക്സാമിൻ്റെ അന്ന് രാവിലെ പോകുന്നതിന് മുന്നേ എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് നോക്കി പോകാൻ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരാം. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാനായിട്ട് അവരും മറക്കരുത്. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്നും ഇതുവരെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ you have to do share. ഓക്കെ, ഇതുപോലെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവുമായിരിക്കും. സോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോടും കൂടെ കാണാനായിട്ട് പറയാം. ഓക്കെ, യെസ്, ഇത്രയും കാര്യങ്ങളുള്ളൂ. ഞാൻ നിർത്തി. നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്ററിലേക്ക് തന്നെ നമുക്ക് പോകാം. ഫസ്റ്റ് ചാപ്റ്റർ ഇസ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ചാപ്റ്റർ ആണ് അല്ലേ? സോ ഈ ചാപ്റ്റർ എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. മോർ ദാൻ 20 ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ള കാര്യം നോക്കാം. സ്റ്റേറ്റ് ഒക്ടറ്റ് റൂൾ ആൻഡ് ഹൂ പ്രപ്പോസ് ദിസ് റൂൾ. വെരി ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒക്ടറ്റ് റൂൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഏതൊരു എലമെന്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു എലമെന്റ് ആണെങ്കിലും കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എന്തിനാണ്? അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 8 ഇലക്ട്രോൺസ് ആക്കാനായിട്ടാണ്. നമ്മൾ എന്താ വിശ്വസിക്കുന്നത്? 8 ഇലക്ട്രോൺസ് ആണെങ്കിൽ അവർ കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ട്, കൂടുതൽ സ്റ്റേബിൾ ആണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഒക്ടറ്റ് റൂൾ പ്രകാരം അങ്ങനെ 8 ഇലക്ട്രോൺ ആക്കാനാണ് അവർ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതാണ് കൂടുതൽ സ്റ്റേബിൾ എന്നുള്ള കാര്യം പറഞ്ഞു. ലൂയിസ് ആൻഡ് കോസലാണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്ത ആള് എന്ന് പറയുന്നത്. ലെവിസ് ആൻഡ് കോസൽ അല്ലെങ്കിൽ ലൂയിസ് ആൻഡ് കോസലാണ് ഇത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താ പറയുന്നത്? ഒക്ടറ്റ് റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദി ആറ്റം കണ്ടെയ്നിങ് 8 ഇലക്ട്രോൺ ഇൻ their valence shell are stable, or we can say atoms undergo chemical reaction in order to attain 8 electrons in their valence shell. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ ഒരു മിനിറ്റ്. യെസ്, ഓക്കെ, ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ഗിവ് എനി 2 ലിമിറ്റേഷൻസ് ഓഫ് ഒക്ടറ്റ് റൂൾ. ഒക്ടറ്റ് റൂളിന്റെ ലിമിറ്റേഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? 8 ഇലക്ട്രോൺസ് അല്ലാഞ്ഞിട്ടും സ്റ്റേബിൾ ആയിരിക്കുന്ന ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട്. ലൈക്ക് BeCl2, BF3, ഇവരെല്ലാവരും എന്താണ്? സ്റ്റേബിൾ കോമ്പൗണ്ട്സ് ആണ് അല്ലേ? പക്ഷേ ഇവർക്കൊന്നും എന്തില്ല? ഒക്ടറ്റിൽ 8 ഇലക്ട്രോൺസ് ഇല്ലല്ലോ, അല്ലെങ്കിൽ അവരുടെ ബാലൻസ് ഷെല്ലിൽ ഒക്ടറ്റ് ഇല്ലല്ലോ, അല്ലെങ്കിൽ 8 ഇലക്ട്രോൺസ് പോസിബിൾ അല്ലല്ലോ. എന്നിട്ടും ഇവർ സ്റ്റേബിൾ ആണ്. സോ അതിന്റെ കാരണം എന്താണെന്ന് പറയാനായിട്ട് ഒക്ടറ്റ് റൂളിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഓരോ സബ്സ്റ്റൻസിന്റെയും ഷേപ്പ് എന്തായിരിക്കും അല്ലെങ്കിൽ അവരുടെ ജിയോമെട്രി എന്താണ് എന്ന് പറയാനായിട്ട് നമ്മുടെ ഒക്ടറ്റ് റൂളിന് സാധിച്ചിട്ടില്ല. ഇത് രണ്ടും അവരുടെ ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് പറയാം. എനി 2 ലിമിറ്റേഷൻസ് ആണ് ചോദിച്ചത്. നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ? ഇലക്ട്രോൺ കുറഞ്ഞ മോളിക്യൂൾസ് ലൈക്ക് ദിസ് ഉണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് ഒരുപാട് ഇലക്ട്രോൺസ് അല്ല, ഇവിടെയൊക്കെ 12 ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെ 10 ഇലക്ട്രോൺസ് ഉണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. എന്നിട്ടും ഇവരും സ്റ്റേബിൾ ആണ്. സോ 8നെക്കാട്ടും കുറഞ്ഞ മോളിക്യൂൾസ് ഉണ്ട്,
8-നെക്കാട്ടും കൂടിയ സൂപ്പർ ഒക്ടക്ട് കാണിക്കുന്ന മോളിക്യൂൾസ് ഉണ്ട് അല്ലേ. സോ ഇവരെല്ലാവരും സ്റ്റേബിൾ ആണ്. പക്ഷെ അതിന്റെ റീസൺ എന്താണ്? ഒക്ടക്ട് റൂൾ പ്രകാരം 8 ആയാലാണ് സ്റ്റേബിൾ ആവുന്നത്. അപ്പോൾ ഇതിന്റെ ഒന്നും റീസൺ തരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ സം ഓഡ് ഇലക്ട്രോൺ സിസ്റ്റംസ് ഉണ്ട്, അവരുടെയും സ്റ്റെബിലിറ്റിനെ കുറിച്ച് പറയാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അതൊരു എന്തായിട്ട് പറയാം, ലിമിറ്റേഷൻ ആയിട്ട് പറയാം. അഗെയിൻ ഷേപ്പിനെ കുറിച്ചിട്ടൊന്നും പറയാനായിട്ട് ഒക്ടക്ട് റൂളിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതും വേറൊരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ക്ലിയർ? ഓക്കെ, ഹിയർ ഗോസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ ഡൈപോൾ മൊമെന്റ്, ഗിവ് ഇറ്റ്സ് യൂണിറ്റ്. ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്നതാണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാറുള്ളത്. മ്യൂ എന്നാണ് നമ്മൾ അതിനെ പറയാറുള്ളത്. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തിലാണ്? ഡിബൈലാണ് ഇതിന്റെ യൂണിറ്റ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ കൂളോമീറ്ററിലാണ് വരേണ്ടത് SI യൂണിറ്റ്. സോ ഇവിടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിബൈ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, ഡൈപോൾ മൊമെന്റ് ഓഫ് BeF2 ഇസ് 0. വൈ? BeF2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബെറിലിയം. സോ ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം, ബെറിലിയം. സോ ബെറിലിയം ഇസ് എന്താണ്, നമ്മുടെ അറ്റോമിക് നമ്പർ എത്രയാണ്? 4 ആണ് വരുന്നത് ബെറിലിയത്തിന്റെ. കറക്റ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ 1 2 3 4 2,2 ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിൽ 2 ഇലക്ട്രോൺസ് ആണുള്ളത്. സോ ബെറിലിയത്തിന് ഞാൻ വരക്കുകയാണെങ്കിൽ 2 ഇലക്ട്രോൺസ് ഇങ്ങനെ ഉണ്ട്. ദെൻ F2 2 ഫ്ലൂറിൻ മോളിക്യൂൾ. സോ അവരുടെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ലീനിയർ ആണ് അല്ലെ. സ്ട്രക്ചർ വരുന്നത് 180 ഡിഗ്രിയിൽ ലീനിയർ ആണ് BeF2ന്റെ ഷേപ്പ് വരുന്നത്. ഇനി ഇവർ രണ്ടുപേരിലും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ് ആരാണ്? ഫ്ലൂറിൻ ആണ്. സോ ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ആര് വലിക്കും? ഫ്ലൂറിന്റെ അടുത്തേക്ക് വലിക്കും. ഇവിടെയും അതുപോലെ തന്നെ വലിക്കും. സോ രണ്ടും ആരാ വലിക്കുന്നത്? ഫ്ലൂറിൻ. ഈ സൈഡിൽ നിന്നും ഫ്ലൂറിൻ, ഈ സൈഡിൽ നിന്നും ഫ്ലൂറിൻ. മിഡിൽ ഒരാളുണ്ട്. രണ്ടാളും ഒരേപോലെ വലിക്കാണ് ഓപ്പോസിറ്റ് സൈഡിലേക്ക്. അവരുടെ ഇതെന്താണ്? വെക്ടർ ആയിട്ടാണ് നമ്മൾ ഡൈപോൾ മൊമെന്റിനെ ട്രീറ്റ് ചെയ്യാറുള്ളത്. വെക്ടർ അഡീഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ റിസൾട്ടന്റ്? എന്തായിരിക്കുക? റിസൾട്ടന്റ് 0 ആയിട്ട് മാറും. അതുകൊണ്ടാണ് BeF2ന്റെ ഡൈപോൾ മൊമെന്റ് എന്തായത്? 0 ആയത്. അവർ ലീനിയർ ഷേപ്പാണ് അവർക്കുള്ളത്. സോ ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ രീതിയിൽ വലിച്ചു കഴിഞ്ഞാൽ അവിടെ റിസൾട്ടന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? അവർ നനങ്ങോ? ഞാനിപ്പോൾ ഒരാളിവിടെ നിർത്തിയിട്ട് ഒരേ ഫോഴ്സിൽ രണ്ടാളിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാൽ ഞാനിവിടെ നനങ്ങോ? ഇല്ല. കാരണം ഇവിടേക്ക് എത്രത്തോളം വലിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ ഇങ്ങോട്ടും വലിക്കുന്നുണ്ട്. സോ ഞാൻ ഇവിടെ ഉള്ളവിടെ തന്നെ നിൽക്കും. സോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആലോചിച്ചാൽ പറയാം എന്താണ് ഇവിടുത്തെ റിസൾട്ടന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. BeF3ൻ്റെത് 0 ആണ്. അതിന്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചത്. നമ്മുടെ BeF3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെറിലിയം കഴിഞ്ഞിട്ടുള്ളതാണ്. സോ ഇറ്റ്സ് എന്താ പറയുക, അറ്റോമിക് നമ്പർ എത്രയാണ്? 5 ആണ്. ദാറ്റ് മീൻസ് 2,3. അപ്പോൾ ഞാൻ എന്താ പറയാ, ബോറോൺ വരയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഉണ്ടായിരിക്കുക? ഇങ്ങനെ ഞാൻ വരക്കാം. ദെൻ F ഇവിടെ, ഇതിന് 120 ആംഗിളിൽ ഈ 3 ബോൺസ് ഇങ്ങനെ പ്രസന്റ് ആയിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും അഗെയിൻ ഫ്ലൂറിൻ ആണ് കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ്. സോ ഇങ്ങനെ വലിക്കുന്നു, ഇവിടെ മേലോട്ട് വലിക്കുന്നു. ഇവരുടെ രണ്ടുപേരുടെയും റിസൾട്ടന്റ് അക്കോർഡിംഗ് ടു വെക്ടർ അഡീഷൻ നമുക്ക് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ യൂസ് ചെയ്യാം, ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ യൂസ് ചെയ്യാം. എന്ത് യൂസ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നത് ഒരേ ആൻസർ ആണല്ലോ. ദാറ്റ് വിൽ ബി സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു എഫ് കാരണം മേലോട്ടുള്ളതും ഇതും എന്താണ്? 2 ഈക്വൽ വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് വെക്ടർ എപ്പോഴും എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ്. ആ സെയിം വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. സോ ഇങ്ങോട്ടുള്ളത് അത്ര തന്നെ മേലോട്ട്, ഇന്നൊരാൾ ഇരുന്ന് മേലോട്ട് വലിക്കുന്നുണ്ട്, ഒരാൾ ഇരുന്ന് താഴോട്ട് വലിക്കുന്നുണ്ട്. സെയിം ഫോഴ്സിലാണ് വലിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ നനങ്ങോ? ഇല്ല. സെയിം കാര്യം തന്നെയാണ് നമുക്ക് ഇവിടെയും റിസൾട്ടന്റ് കിട്ടുന്നത് എന്തായിരിക്കും? ഇവിടെയും റിസൾട്ടന്റ് ഡൈപോൾ മൊമെന്റ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഈ 2 ബോണ്ടിലുള്ള ഡൈപോൾ മൊമെന്റിന്റെ വെക്ടറിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് മേലോട്ടുള്ള വെക്ടറിന്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ റിസൾട്ടന്റ് എന്തായത്? 0 ആയത് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് വൺ, അമോണിയ ഹാസ് ഹയർ ഡൈപോൾ മൊമെന്റ് ദാൻ NF3. രണ്ടിലും നൈട്രജൻ ആണ്. ഒന്നില് ഹൈഡ്രജൻ ആണ്, ഒന്നില് ഫ്ലൂറിൻ ആണ്. ഇനി എന്തുകൊണ്ടാണ് അമോണിയക്ക് ഹയർ ഡൈപോൾ മൊമെന്റ് ദാൻ NF3 കിട്ടിയത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ അമോണിയ വരക്കാം. അമോണിയന്റെ സ്ട്രക്ചർ നമുക്കറിയാം. H ഇവിടെ അക്കോർഡിംഗ് ടു VSEPR തിയറി. കറക്റ്റ് അല്ലേ? യെസ്. ആൻഡ് NF3 ഞാൻ വരക്കുകയാണെങ്കിൽ സെയിം സ്ട്രക്ചർ ആണ് വരിക. കാരണം ഒരു ലോൺ പെയർ ഇവിടെയും പ്രസന്റ് ആണ്. കറക്റ്റ് അല്ലേ? ഇനി നൈട്രജനെയും ഹൈഡ്രജനെയും നോക്കുകയാണെങ്കിൽ ആർക്കാണ് കൂടുതൽ ഡൈപോൾ മൊമെന്റ് ഉള്ളത്? നൈട്രജൻ. സോ നൈട്രജൻ അതിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യും? വലിക്കും.
സോ ഇവരുടെ 3 പേരുടെയും 3 പേരും മേലോട്ടാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ 3 പേരുടെയും റിസൾട്ടന്റ് വരുന്നത് എന്തായിരിക്കും? മേലോട്ടായിരിക്കും. ഇങ്ങനെ ഒരു റിസൾട്ടന്റ് വന്നു. ഇനി ഇവിടെ ആരും കൂടെ ഉണ്ട്? ലോൺ പെയർ കാരണമുള്ള ഡൈപോൾ മൊമെന്റ് നമുക്ക് എങ്ങനെ വരക്കാം? മേലോട്ട് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കാം. സോ ഇവർ രണ്ടുപേരെയും കൂട്ടിയാൽ നമുക്ക് എന്തായാലും ഒരു റിസൾട്ടന്റ് വെക്ടർ നമുക്ക് കിട്ടും. കറക്റ്റ് അല്ലേ? ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ. സോ താഴോട്ട് വലിക്കുന്നു, 3 താഴോട്ടാണ്. സോ ഇവരുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് സംവാട്ട് ലൈക്ക് ദിസ്, ഇങ്ങനെയായിരിക്കും ഇവരുടെ റിസൾട്ടന്റ് വരുന്നത്. ഇനി ഈ ലോൺ പെയർ കാരണം എന്തുണ്ട്? കുറച്ച് മേലോട്ടുണ്ട്. സോ ഇവരെ രണ്ടുപേരെയും എടുത്തു കഴിഞ്ഞാൽ രണ്ടും ഓപ്പോസിറ്റ് ഉള്ളതാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ റിസൾട്ടന്റ് ഒന്നുകിൽ മേലോട്ടായിരിക്കാം അല്ലെങ്കിൽ താഴോട്ടായിരിക്കാം. കറക്റ്റ് അല്ലേ? പക്ഷെ ഇത് രണ്ടും മേലോട്ടാണ്, ഒരേ ഡയറക്ഷനിലാണ് ആ വെക്ടർ ആഡ് ചെയ്യപ്പെടുന്നത്. സോ അതിലൊരു വലിയ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഇത് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ വലുത് മൈനസ് ചെറുതായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. സോ ഇവർ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പോൾ ഏതായിരിക്കും കൂടുതൽ വരുന്നുണ്ടായിരിക്കുക? അമോണിയൻ്റെതാണ്. അതുകൊണ്ടാണ് അമോണിയ ഹാസ് ഹയർ ഡൈപോൾ മൊമെന്റ് ദാൻ NF3 എന്ന് നമ്മൾ പറയുന്നത്, ഈവൻ ദോ ഫ്ലൂറിൻ ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. ക്ലിയർ അല്ലേ? ഇവിടെ നമ്മുടെ വെക്ടർ റേഡിയേഷൻ ആണ്, അല്ലെങ്കിൽ അവരുടെ ഡയറക്ഷൻ മാറി പോകുന്നുണ്ട്. അതാണ് ഇവിടുത്തെ വരുന്നത്? ഡിഫറൻസ് വരുന്നത്. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് ഫെജാൻസ് റൂൾ റിഗാർഡിംഗ് ദ പാർഷ്യൽ കോവാലന്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട്. നമുക്കറിയാം ഫെജാൻസ് റൂൾ അത് കേട്ടാൽ തന്നെ നമ്മൾ ഓർമ്മയിലേക്ക് വരുന്നത് എന്താണ്? ദാറ്റ് ഇസ് ദ റൂൾ. എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? to say what the covalent character of an ionic bond. ഒരു അയോണിക് ബോണ്ടിന്റെ കോവാലന്റ് ക്യാരക്ടർ എത്രത്തോളം ഉണ്ട് എന്ന് പറയുന്നതാണ് ഫെജാൻസ് റൂൾ എന്ന് പറയുന്നത്. നമ്മളെ പറഞ്ഞു പഠിച്ചിട്ടുള്ള കാര്യമാണ്, സ്മോളർ ദ സൈസ് ഓഫ് കാറ്റിയോൺ, ഹയർ ദി സൈസ് ഓഫ് ആനിയോൺ, ഗ്രേറ്റർ ഇസ് ദ കോവാലന്റ് ക്യാരക്ടർ ഓഫ് അയോണിക് കോമ്പൗണ്ട്. നമ്മൾ എപ്പോഴും പറഞ്ഞു പഠിക്കുന്ന ഒരു കാര്യമാണത് അല്ലേ? സോ ആ കാര്യം നിങ്ങൾക്കറിയാം. ദെൻ ഗ്രേറ്റർ ദ ചാർജ് ഓൺ കാറ്റിയോൺ, കാറ്റിയോണുമിലുള്ള ചാർജ് കൂടുന്നതിനനുസരിച്ച്, അതായത് Al3+, Mg2+, Na+, ഇങ്ങനെ കാറ്റിയോണിന്റെ ചാർജ് കൂടുന്നതിനനുസരിച്ച് ഗ്രേറ്റർ ദി കോവാലന്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട്. അയോണിക് ബോണ്ടിന്റെ കോവാലന്റ് ക്യാരക്ടർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി ഫോർ കാറ്റിയോൺസ് ഓഫ് സെയിം സൈസും ചാർജുള്ള കാറ്റിയോണിൽ തന്നെ ദി അയോൺ വിത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ N-1 DN, ഡി ഷെല്ലിലാണ് ഇലക്ട്രോൺസ് പ്രസന്റ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനാണ് കൂടുതൽ പോളറൈസിങ് പവർ ദാൻ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഉള്ള ഒരു കാറ്റിയോണിനെ കാട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സെയിം സൈസും ഷേപ്പും ഉള്ള ആള് എന്ത് ചെയ്യാണ്? ഒരു കാറ്റിയോൺ ഉണ്ടെങ്കിൽ അവർക്ക് N-1 DN സോറി ഗൈസ്, ഓക്കെ, N-1 DN കോൺഫിഗറേഷൻ ഉള്ള ആളും NS2 NP6 ഉള്ള ആളും ഉണ്ടെങ്കിൽ N-1 DN കോൺഫിഗറേഷൻ ഉള്ള ആളാണ് എന്ത്? മോർ പോളറൈസിങ് ദാൻ ഇൻ ദ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഉള്ള ഒരാൾ. ഓക്കെ, ക്ലിയർ? യെസ്. നെക്സ്റ്റ് വൺ, what any three postulates of write any three അങ്ങനെ ആക്കാട്ടോ, നമുക്ക് വാട്ട് അല്ല, write any three postulates of valence shell electron pair repulsion theory അല്ലെങ്കിൽ നമ്മുടെ VSEPR തിയറിന്റെ ഏതെങ്കിലും 3 പോസ്റ്റുലേറ്റ്സ് എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് പോസ്റ്റുലേറ്റ് അറിയാം വാലൻസ് ഷെല്ലിൽ, അതായത് വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണ്, അവരുടെ നമ്മൾ സ്ഫിയറിലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, റിപ്പൾഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും 3 പോസ്റ്റുലേറ്റ്സ്, ദ ഷേപ്പ് ഓഫ് മോളിക്യൂൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ് അറൌണ്ട് ദി സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിന്റെ ചുറ്റും വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ നമ്മൾ പറയുന്നത് എന്നാണ് VSEPR തിയറി പ്രകാരം നമ്മൾ പഠിച്ചത്. കറക്റ്റ് അല്ലേ? എത്ര ബോണ്ട് പെയേഴ്സ് ഉണ്ട്, എത്ര ലോൺ പെയേഴ്സ് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ സ്ട്രക്ചറും ഷേപ്പും ഒക്കെ നമുക്ക് പറയാനായിട്ട് കഴിയും. കറക്റ്റ് അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽ ഈച്ച് അതർ. റിപ്പൽഷന്റെ ഓർഡർ എന്താണ്? ലോൺ പെയർ റിപ്പൽഷൻ ഗ്രേറ്റർ ദാൻ ലോൺ പെയർ, ബോണ്ട് പെയർ റിപ്പൽഷൻ ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ റിപ്പൽഷൻ. കറക്റ്റ് അല്ലേ? ഇവരാണ് അടുത്ത് വരുന്നതെങ്കിൽ 1 റിപ്പൽഷൻ ആയിരിക്കും ദാൻ ലോൺ പെയറും ബോണ്ട് പെയറും നമ്മളുടെ റിപ്പൽഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നാണ് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വൺ, as the angle between the electron pairs increases, the repulsion എന്ത് ചെയ്യും? ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രോൺ പെയർസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പൾഷൻ എന്ത് ചെയ്യും? കുറയും. കാരണം ഇവർ തമ്മിൽ കുറച്ചും കൂടെ ഡിസ്റ്റൻസ് അപ്പോൾ വരും. സോ ഇവർ തമ്മിലുള്ള റിപ്പൾഷനും എന്ത് ചെയ്യും? ഒബ്വിയസ്ലി കുറയാണ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് വൺ,
Explain the shape of ammonia and water molecules on the basis of VSEPR theory. അമോണിയന്റെ ഷേപ്പ്, അതായത് NH3 ആണ് നമുക്കറിയാം. നൈട്രജന്റെ നൈട്രജൻ ആണ് നമ്മുടെ സെൻട്രൽ ആറ്റം. നൈട്രജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 5 ഇലക്ട്രോൺസ് ഉണ്ട്. ഇതിൽ എത്ര ആള് ബോണ്ട് ഫോം ചെയ്തു? 3 ബോണ്ട് പെയേഴ്സും ബാക്കി 2 ആള് ബാക്കിയുണ്ട്. അതെന്തായിരിക്കും? ഒരു ലോൺ പെയറും ആയിട്ട് നിൽക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഉള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ഇലക്ട്രോൺ പെയേഴ്സ് ആണ് നമുക്കുള്ളത്. സോ എക്സ്പെക്റ്റഡ് ഷേപ്പ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ടെട്രാഹിഡ്രൽ. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാതെ ഞാൻ ഇത് മാത്രം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ചാപ്റ്റർ പഠിച്ച കുട്ടികളാണെങ്കിൽ. അല്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ ചാപ്റ്റർ പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഞാൻ എന്താണ് ഈ പറയുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. നമുക്കിപ്പോൾ ചാപ്റ്ററും ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാനായിട്ട് ചാപ്റ്റർ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതാണ്. പക്ഷേ ഇതിൽ 3 ബോണ്ട് പെയറും 1 ലോൺ പെയറുമാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ 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 ഇതാണ് നമ്മുടെ എന്ത് ടെട്രാഹൈഡ്രലിന്റെ ഷേപ്പ് വരുന്നത്. സോ ഇവിടെ ഏതെങ്കിലും എന്താ പറയാ 3 എണ്ണത്തിലാണ് എന്തുള്ളത്? ബോണ്ട് ഉള്ളത്. ബാക്കിയൊന്നും എന്താണ്? ലോൺ പെയർ ആണ്. സോ ആ ലോൺ പെയർ ഒന്നുകിൽ ഇവിടെ ആവാം, ഒന്നുകിൽ ഇവിടെ ആവാം, അല്ലെങ്കിൽ ഇവിടെ ആവാം, ഇവിടെ ആവാം. അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടത്? അവരുടെ റിപ്പൽഷൻ ഏറ്റവും കുറയുന്ന സ്ഥലത്താവണം അതിന് പ്ലേസ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ലോൺ പെയർ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഈ ഭാഗത്തായിരിക്കും. എച്ചും വരുന്നത് ഇവിടെ ആയിരിക്കും. സോ ടെട്രാഹൈഡ്രൽ ആണെങ്കിൽ നമുക്കറിയാം 108 അല്ലെങ്കിൽ 109 ഡിഗ്രിയാണ് എന്ത് വരുന്നത്? ഇവരുടെ ബോണ്ട് ആംഗിൾ വരുന്നത്. പക്ഷേ അമോണിയയിൽ ഈ ലോൺ പെയർ എന്ത് ചെയ്യും? ഇവരെ കുറച്ചിങ്ങോട്ട് തള്ളും, ഉള്ളിലേക്ക് അങ്ങോട്ട് തള്ളും. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഹൈഡ്രജൻ ബോണ്ട് കുറച്ച് അടുത്തേക്ക് വരും, ഈ ഹൈഡ്രജൻ ബോണ്ടും കുറച്ച് അടുത്തേക്ക് വരും. സോ ഇവരുടെ ബോണ്ട് ആംഗിൾ ഒരിക്കലും ടെട്രാഹൈഡ്രലിന്റെ ബോണ്ട് ആംഗിൾ ആയിരിക്കില്ല. ഓക്കെ, ഇവരുടെ ബോണ്ട് ആംഗിൾ കുറച്ച് കുറവായിരിക്കും. ലൈക്ക് 108 ഡിഗ്രി ആയിരിക്കും ഇവർക്ക് വരുന്നുണ്ടായിരിക്കുക. ആർക്ക്? അമോണിയക്ക്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എഗെയിൻ നമുക്കുള്ളതാണ് നമ്മുടെ വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത്. വാട്ടർ മോളിക്യൂളിൽ ഓക്സിജൻ ആണ് സെൻട്രൽ ആറ്റം. ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 ഇലക്ട്രോൺസ് ഉണ്ട്. അതില് 2 ആളാണ് എന്ത്? ബോണ്ട് പെയേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. ബാക്കി എത്രയുണ്ട്? ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, 2,6. യെസ്, 2,6 തന്നെയാണ്. 2 ബോണ്ട് പെയേഴ്സ് ഉണ്ട്. ബാക്കി നമുക്ക് 4 ഇലക്ട്രോൺസ് ആണുള്ളത് അല്ലേ? സോ ആ 4 ഇലക്ട്രോൺസ് 2 ലോൺ പെയേഴ്സ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്കറിയാം നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് അഗെയിൻ 4 പെയേഴ്സ് ആണ്. എക്സ്പെക്ട് ചെയ്യുന്നത് ടെട്രാഹൈഡ്രൽ ആണ്. അതായത് നമുക്ക് ഓക്സിജൻ ഇവിടെ ഉണ്ടെങ്കിൽ ഓക്സിജന്റെ ചുറ്റും ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്ത് സംഭവിക്കും? ഇത് 2 ലോൺ പെയേഴ്സ് ആണുള്ളത്. സോ 1 ലോൺ പെയർ ഇവിടെ, 1 ലോൺ പെയർ ഇവിടെ. സോ ഇവരെന്തായിട്ട് മാറും? ഇങ്ങനത്തെ ഷേപ്പ് ആയിട്ട് മാറും. 2 ലോൺ പെയർ ഇവിടെ ഉണ്ടായിരിക്കും. ഈ 2 ലോൺ പെയറും ഈ ബോണ്ട് പെയേഴ്സിന് എന്ത് ചെയ്യും? ഉള്ളിലേക്ക് ഇങ്ങോട്ട് തള്ളും ഡ്യൂ ടു റിപ്പൾഷൻ. 2 ലോൺ പെയേഴ്സ് ഇവിടെ നിൽക്കുന്നുണ്ട്, ഈ ബോണ്ടുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് താഴ്ത്തും, ഇവിടുന്ന് ഇങ്ങോട്ട് താഴ്ത്തും. സോ അവർ മെല്ലെ ഇങ്ങനെ ആയി പോകും. ക്ലിയർ അല്ലേ? ഇവരുടെ ബോണ്ട് ആംഗിൾ വിൽ ബി ലൈക്ക് 107 ഡിഗ്രി സെൽഷ്യസ് അല്ല, 107 ഡിഗ്രി ആയിരിക്കും ഇവരുടെ ബോണ്ട് ആംഗിൾ വരുന്നുണ്ടായിരിക്കുക. ടെട്രാഹൈഡ്രലിന്റെ ബോണ്ട് ആംഗിൾ ആയിരിക്കില്ല വാട്ടർ മോളിക്യൂൾസിന് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നോ ഡൗട്ട്സ്, റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് any 3 important characteristics of hybridization. ഹൈബ്രിഡൈസേഷന്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഇന്റർമിക്സിംഗ് ആണ്. നമുക്കറിയാം എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ഇന്റർമിക്സ് ചെയ്യുന്നുണ്ടോ അത്ര തന്നെ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഹൈബ്രിഡൈസ് ചെയ്തിരിക്കുന്ന ഓർബിറ്റൽസിന്റെ എല്ലാത്തിന്റെയും എനർജി ഒന്നായിരിക്കും, അവരുടെ ഷേപ്പ് അല്ലെങ്കിൽ ജിയോമെട്രി ഒന്നായിരിക്കും. ഇതൊക്കെ അവരുടെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാലോ. യെസ്, നമ്പർ ഓഫ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഫോംഡ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് അണ്ടർഗോ ഹൈബ്രിഡൈസേഷൻ. 4 അറ്റോമിക് ഓർബിറ്റൽസ് ആണെങ്കിൽ നമുക്ക് 4 sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് നമുക്ക് കിട്ടും. കറക്റ്റ് അല്ലേ? sp3 ആവാം, sp2d ആവാം, ഏതും ആവാം. Okay, yes. Next one, the hybrid orbitals are always equivalent in energy and identical shape. അവരുടെ എനർജി ഈക്വൽ ആയിരിക്കും, ഷേപ്പ് ഐഡന്റിക്കലും ആയിരിക്കും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്താ? ദ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആർ ഡയറക്റ്റഡ് ടു സം ഫിക്സഡ് പൊസിഷൻ ഇൻ സ്പേസ്. സോ ദ ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഗിവ്സ് ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ. ഓരോ ടൈപ്പ് ഹൈബ്രിഡൈസേഷനും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എന്തുണ്ട്? ഷേപ്പ് ഉണ്ട്. sp3 ആണെങ്കിൽ നമുക്കറിയാം എന്താണ്? ടെട്രാഹൈഡ്രൽ ആണ്. sp3d2 ആണെങ്കിൽ നമുക്കറിയാം അത് ഒക്ടാഹൈഡ്രൽ ആയിരിക്കും. കറക്റ്റ് അല്ലേ? ഇങ്ങനെ ഒരു ഹൈബ്രിഡൈസേഷൻ കിട്ടിയാൽ അതിന്റെ ഷേപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാനായിട്ട് കഴിയും എന്നാണ് ഈ ഒരു ഹൈബ്രിഡൈസേഷൻ പ്രകാരം നമുക്ക് പറയാൻ പറ്റുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, explain the geometry of PCl5 molecule and account its high reactivity.
ഓക്കെ, PCl5 മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോസ്ഫറസിന്റെ ലാസ്റ്റ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് 5 ഇലക്ട്രോൺസ് ആണ്. കാരണം ഇറ്റ്സ് എ 15th ഗ്രൂപ്പ് എലമെന്റ്. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് 5 ബോൺസ് അവർ ഉണ്ടാക്കുന്നുണ്ട്. സോ sp3d അല്ലെങ്കിൽ യെസ്, അതായിരിക്കും എന്ത് വരുന്നത്, ഇവരുടെ ഹൈബ്രിഡൈസേഷൻ വരുന്നത്. സോ ഇവരുടെ സ്ട്രക്ചർ വിൽ ബി ലൈക്ക് ഇങ്ങനെ Cl 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 Cl. ഇങ്ങനത്തെ 2 എന്തുണ്ടാവും, ആക്സിയൽ ബോൺസ് ഉണ്ടായിരിക്കും. 3 ഇക്വറ്റോറിയൽ ബോൺസും ഇവർക്ക് പ്രസന്റ് ആയിരിക്കും. ഈ 3 ഇക്വറ്റോറിയൽ ബോൺസിന്റെ ഇടയിലുള്ള ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 120 ആയിരിക്കും. ഈ ആക്സിയൽ ബോൺസും ഈ മറ്റേ ബോൺസും തമ്മിൽ ഉണ്ടാക്കുന്ന ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. സോ ഈ തരത്തിലുള്ള 2 ബോൺസ് ആണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. ഇവർ തമ്മിലുള്ള റിപ്പൽഷൻ കുറച്ച് കൂടുതലായിരിക്കും. സോ ഈ ആക്സിയൽ ബോണ്ടിന്ന് പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുന്ന് പോകാനുള്ള ഒരു ടെൻഡൻസി അവർ കാണിക്കും. അതുകൊണ്ടാണ് ഇവർ കൂടുതൽ റിയാക്റ്റീവ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. കാരണം ഈ ആക്സിയൽ ബോണ്ടിന്റെ ബോണ്ട് ലെങ്ത് വിൽ ബി ഗ്രേറ്റർ ദാൻ ഇക്വറ്റോറിയൽ. ആക്സിയലിന്റെ ബോണ്ട് ലെങ്ത് എന്താണ്, കുറച്ച് കൂടുതലാണ്. ബോണ്ട് ലെങ്ത് ഇൻക്രീസസ് ദാൻ എന്താണ്, ദാൻ ഇക്വറ്റോറിയൽ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അവരുടെ റിയാക്ടിവിറ്റിയും എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഈ ആക്സിയൽ ബോണ്ടിലുള്ള ക്ലോറിനെ പെട്ടെന്ന് നമുക്ക് അവിടുന്ന് ഒഴിവാക്കി കളയാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ റിയാക്ടിവിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വൺ. യെസ്, അതാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ദ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോംഡ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് സോറി ഇത് നമ്മുടെ എന്താ പറയുക, ഹൈബ്രിഡൈസേഷന്റെ തന്നെ സൊല്യൂഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതല്ല കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിന്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, ഡിഫൈൻ ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ എന്താണ്? നമ്മുടെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പ്രകാരം നമുക്കറിയാം, ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ദാറ്റ്സ് എ നമ്പർ ഓഫ് ബോൺസ് ബിറ്റ്വീൻ 2 elements ഇൻ എ മോളിക്യൂൾ. ബിറ്റ്വീൻ 2 elements. ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ മോളിക്യൂളിലെ 2 എലമെന്റിന്റെ ഇടയിലുള്ള നമ്പർ ഓഫ് ബോൺസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബോണ്ട് ഓർഡർ എന്ന് വിളിക്കുന്നത്. അക്കോർഡിംഗ് ടു മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു എത്രയാണ്, ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ, വേർ NB is number of electrons in bonding molecular orbital, then number of electrons in anti-bonding molecular orbital. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്താണ്, ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്താണ് എന്നുള്ള കാര്യമൊന്നും ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിൽ ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഹോപ്പ് യു റിമെമ്പർ. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, He2 does not exist. Why? He2, ഹീലിയം 2 എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്തെന്നാണ് ചോദിച്ചത്. ഈ ഹീലിയം 2ന്റെ ബോണ്ട് ഓർഡർ നമ്മൾ നോക്കുന്ന സമയത്ത് വി വിൽ ഗെറ്റ് ദി ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു 0. ബോണ്ട് ഓർഡർ 0 എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ബോണ്ട് ബിറ്റ്വീൻ 2 ഹീലിയം എന്നാണ് അത് പറയുന്നത്. ദാറ്റ് മീൻസ് ദാറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ക്ലിയർ അല്ലേ? അക്കോർഡിംഗ് ടു മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, അതിന്റെ മോളിക്കുലാർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, σ1s2 σ*1s2. കാരണം ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്നത് 4 ആണ്. സോ ഹാഫ് ഇൻറ്റു 2 minus 2 ആയിരിക്കും നമുക്ക് കിട്ടുക. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്, 0 ആണ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വൺ, Ne2 does not exist. Why? Ne2 does not exist. Why എന്ന് ചോദിച്ചാൽ അവിടെയും നമുക്ക് പറയാനുള്ളത് എത്രമാത്രം, ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു എന്താണ്, 0 ആണ് ഇവിടെയും നമുക്ക് കിട്ടുക. ഈക്വൽ നമ്പർ ഓഫ് ബോണ്ടിങ് ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ആയിരിക്കും ഇവിടെ പ്രസന്റ് ആയിട്ടുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? യെസ്. Ne2ന്റെ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക ഇങ്ങനെയായിരിക്കും, σ1s2 σ*1s2 σ2s2 σ*2s2 σ2pz2 π2px2 equal to π2py2, then π*2px2 equal to π*2py2. 2 4 6 8 10 12 16 18 20. ഓക്കെ, നിയോൺ നമുക്കറിയാം 10 ആണ് ഇലക്ട്രോണിക് എന്ത് വരുന്നത്, അറ്റോമിക് നമ്പർ വരുന്നത് 10 ആണ് അവരുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കുക. Ne2 എന്ന് പറയുമ്പോൾ 10 + 10 which is equal to എത്ര വരും, 20 വരും. സോ 2 1 2 3 4 5 6 7 8 9. ഓക്കെ, സോറി 1 2 3 4 5 6 7 8 9 ഒന്നും കൂടെ വേണം അല്ലേ. സോ σ*2pz2. ഓക്കെ, യെസ്. ഇപ്പൊ നമുക്ക് കിട്ടി. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇതിന്റെ ബോണ്ട് ഓർഡർ വരിക, ഹാഫ് ഇൻറ്റു. ഓക്കെ, സോ ബോണ്ടിങ് 2 4 6 8
10. Correct alle? 10 minus 2, 4, 6, 8, 10. 10 minus 10 which is equal to 0. That means Ne2 does not exist എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്കറിയാം 16ന്റെ അതായത് നമ്മൾ നൈട്രജന്റെ മേലെയും താഴെയും ഉള്ള ആളുകൾ എങ്ങനെയാണ് എഴുതേണ്ടത്? 40 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 14 അതിൽ കുറവോ ആണെങ്കിൽ ഈ π2pxും π2pyയും ഇവിടെ വരും. സിഗ്മ അതിനുശേഷമായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? അതാണ് ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? Next one. Draw the molecular orbital diagram of oxygen molecule O2 and അതിന്റെ മാഗ്നറ്റിക് ക്യാരക്ടറും എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരു ഓക്സിജൻ ഇവിടെ എഴുതും, അടുത്ത ഓക്സിജൻ ഇവിടെ എഴുതും. അങ്ങനെയാണ് നമ്മൾ എഴുതാറുള്ളത്. കറക്റ്റ് അല്ലേ? യെസ്. സോ 1s. യെസ്. ഓക്കെ. സോ ഇവരുടെ എന്താ പറയുക, ഓക്സിജന്റെ എങ്ങനെയാണ് വരുന്നത്? 1s2, 2s2, 2p2. കറക്റ്റ് അല്ലേ? യെസ്. സോ 1s2 നമ്മൾ എഴുതി, then 2s2, then 2p2. Clear? Yes. Okay. So 1s2, 2s2, 2p2. Okay. So ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും? സിഗ്മ 1sഉം സിഗ്മ സ്റ്റാർ 1sഉം ഇങ്ങനെ നിങ്ങൾ എഴുതണം കേട്ടോ. സോ സിഗ്മ 1s2 കിട്ടി, സിഗ്മ സ്റ്റാർ 1s2 കിട്ടി. ഇവിടെ അഗെയിൻ എന്ത് കിട്ടും? സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2. ഇവിടെ ഓക്സിജൻ ആണ് ഗ്രേറ്റർ ദാൻ 14 ആണ് വരുന്നത്. സോ സിഗ്മ 2pz ആണ് വരുന്നത് ഫസ്റ്റ്. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. സോ സിഗ്മ 2pz വരും. ദെൻ ഇവിടെ എന്തുണ്ടായിരിക്കും? π2pxും π2pyയും. ദെൻ ഇവിടെയാണ് നമുക്ക് ആരുണ്ടായിരിക്കുക? പൈ സ്റ്റാർ 2px ആൻഡ് പൈ സ്റ്റാർ 2py. ദെൻ സിഗ്മ സ്റ്റാർ 2pz വരുന്നത്. ഇവിടെ ആകെ 4 ഇലക്ട്രോണേ ഉള്ളൂ. സോ രണ്ടാൾ ഇവിടെ ഉണ്ടായിരിക്കും, ഒരാളിവിടെ, ഒരാളിവിടെ. കാരണം ഇവിടെയും നമ്മുടെ ഓഫ് ബോ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഈ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഇവിടെയും ഇലക്ട്രോൺസിന്റെ ഫില്ലിംഗ് നടക്കുന്നത്. സോ ആദ്യം സിംഗ്ലി ഓക്യുപ്പൈഡ് ആയതിനു ശേഷം മാത്രമേ പെയറിംഗ് നടക്കുകയുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഇവരുടെ വരുന്നത്. സോ ഇത് 1s ആണ്, ഇത് 2s ആണ്, ഇത് 2p ആണ്. ഇതെന്താണ്? സിഗ്മ 1s, ഇത് സിഗ്മ സ്റ്റാർ 1s, ഇത് സിഗ്മ. നമുക്ക് എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? നമ്മൾ എഴുതുകയാണെങ്കിൽ സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, ദെൻ സിഗ്മ 2pz2, π2px is equal to π2py. ഇവിടെ 1, ഇവിടെ 1. മാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ദേ ആർ എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ നമ്മൾ പാരാമാഗ്നറ്റിക് എങ്ങനെയാണ്, ഡയമാഗ്നറ്റിക് എങ്ങനെയാണ്, ജസ്റ്റ് നമ്മൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നോക്കി കണ്ടുപിടിക്കുക എന്നുള്ളതിന് ഒരു ഷോർട്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രിക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. സോ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈവൻ നമ്പർ ആണെങ്കിൽ അവർ ഡയാമാഗ്നറ്റിക് ആയിരിക്കും, ദെൻ ഓഡ് നമ്പർ ആണെങ്കിൽ അവർ പാരാമാഗ്നറ്റിക് ആയിരിക്കും. അവിടെ നമ്മൾ എക്സെപ്ഷൻ പറഞ്ഞതായിരുന്നു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 10ഉം 16ഉം. ഈ രണ്ട് കേസിലും ഇവരെന്താണ്? പാരാമാഗ്നറ്റിക് ആണ്, ഈവൻ ദോ ദീസ് ആർ ഈവൻ നമ്പേഴ്സ്. ക്ലിയർ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. Write the molecular electronic configuration of N2 molecule. Predict the stability and magnetic property of N2 with reason. Okay. യെസ്. അപ്പോൾ നമ്മൾ N2 ആണ് ചോദിച്ചിട്ടുള്ളത്. N2 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് വരുന്നത്? 14 ആണ് വരുന്നത് അല്ലേ? സോ 14 ആണെങ്കിൽ സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, π2px is equal to π2py. So 1, 2, 3, 4, 5, 6 and sigma 2pz. ക്ലിയർ അല്ലേ? ഇവിടെ എല്ലാത്തിലും നമുക്ക് 2, 2, 2, 2 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചാൽ എന്താണ്? റൈറ്റ് ദി മോളിക്കുലർ ഇലക്ട്രോണിക്, അത് നമ്മൾ എഴുതി. പ്രെഡിക്ട് ദ സ്റ്റെബിലിറ്റി ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ദേ ആർ ഡയാമാഗ്നറ്റിക് ആണ്. കാരണം എന്താണ്? അവരെല്ലാവരും പെയർഡ് ആണ്, ഇലക്ട്രോൺസ് എല്ലാവരും പെയർഡ് ആണ് വരുന്നത്. ക്ലിയർ? മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് N2 വിത്ത് റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. പെയർഡ് ആയതുകൊണ്ട് ഡയമാഗ്നറ്റിക് ആണ്. നെക്സ്റ്റ് സ്റ്റെബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ബോണ്ട് ഓർഡർ നമുക്കൊരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ആ മോളിക്യൂൾ സ്റ്റേബിൾ ആണെന്ന് നമുക്ക് പറയാം. ബോണ്ട് ഓർഡർ ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ആ മോളിക്യൂൾ ഒരു സ്റ്റേബിൾ മോളിക്യൂൾ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ബോണ്ട് ഓർഡർ നോക്കുകയാണെങ്കിൽ ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് നോക്കുകയാണെങ്കിൽ 2 + 2 + 2 നമുക്ക് എന്ത് കിട്ടും? യെസ്. ഓക്കെ. 2, 4, 6,
8, 10. So 10 minus 2, 4. 4 കിട്ടും. So half into 6 ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. That's equal to 3. So bond order 3 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? They are stable molecule. Bond order ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. That is why we can say they are stable molecules എന്നുള്ളത്. Clear? Okay. No problem, right? Next question. Based on the bond order, compare the relative stability of O2 and O2 2 minus. O2 എന്ന് പറഞ്ഞാൽ number of electrons 16 ആണെന്നുള്ള കാര്യം നമുക്കറിയാം. O2 2 minus ആണെങ്കിൽ number of electrons എന്തായിരിക്കും? 18 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ sigma 1s2, sigma star 1s2, sigma 2s2, sigma star 2s2, sigma 2pz and pi 2px is equal to pi 2py, then pi star 2px is equal to pi star 2py, then നമുക്കുള്ളത് എന്താണ്? സിഗ്മ സ്റ്റാർ 2pz. ഞാൻ ഇങ്ങനെ എഴുതി വെക്കാൻ കേട്ടോ, 16 ആവുന്നത് വരെ നമുക്ക് എഴുതാം. സോ 1 2 3 4 5 6 7 8. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് സിഗ്മ 2pz2, pi 2px2, pi 2py2, pi star 2px1 and pi star 2py1. ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഇതാരതാണ്? നമ്മുടെ O2ൻ്റെത്. O2 2 മൈനസ് ആണെങ്കിൽ എന്തായിരിക്കും വരിക? സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, then സിഗ്മ 2pz2, then pi 2px2 equal to pi 2py2, then pi star 2px2 equal to pi star 2py2. ഇതായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ക്ലിയർ? 18 ഇലക്ട്രോൺസ് ആവുന്ന സമയത്ത്. ഇനി രണ്ടിന്റെ ബോണ്ട് ഓർഡർ നമ്മൾ നോക്കുകയാണ്. ബേസ്ഡ് ഓൺ ദ ബോണ്ട് ഓർഡർ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ ബോണ്ട് ഓർഡർ ഓഫ് ഫസ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാഫ് ഇൻറ്റു 2 4 6 8 10. ഓക്കെ, സോ 10 മൈനസ് എന്താണ്? 2 4 6. ഓക്കെ, സോ 10 മൈനസ് 6 വരുമ്പോൾ 4 വരും. 4ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 2 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമ്മൾ ബോണ്ട് ഓർഡർ നോക്കുകയാണെങ്കിൽ ഹാഫ് ഇൻറ്റു 2 4 6 8 10. ഓക്കെ, 10 മൈനസ് 2 4 6 8. ഓക്കെ, സോ 10 മൈനസ് 8 2 ആയിരിക്കും. 2/2 1 ആയിരിക്കും. സോ ബോണ്ട് ഓർഡർ 2ഉം ബോണ്ട് ഓർഡർ 1ഉം ആണ് നമുക്ക് കിട്ടിയത്. ദാറ്റ് മീൻസ് O2 ഈസ് മോർ സ്റ്റേബിൾ ദാൻ O2 2 മൈനസ്. ബോണ്ട് ഓർഡർ 2 എന്ന് പറഞ്ഞാൽ 2 ബോണ്ട് പ്രസന്റ് ആണ്. സോ അവരെ ബ്രേക്ക് ചെയ്യാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും കമ്പയർ ടു O2 2 മൈനസ്. O2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും O2 2 മൈനസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇതിലേതാണ് കൂടുതൽ സ്റ്റേബിൾ? O2 ആണ്. കാരണം അവരുടെ ബോണ്ട് ഓർഡർ ആണ് കമ്പാരിറ്റീവ്ലി കൂടുതൽ വാല്യൂ വരുന്നത് ദാൻ O2 2 മൈനസ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇങ്ങനെ നമുക്ക് പറയാം. ക്ലിയർ? ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പോകുന്നത്. നെക്സ്റ്റ് വൺ, ഡിഫൈൻ ഹൈഡ്രജൻ ബോണ്ടിങ് വിത്ത് എക്സാമ്പിൾ. വിച്ച് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്? ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ ടൈപ്പ് ഓഫ് ബോണ്ട് ഫോംഡ് ബൈ ഹൈഡ്രജൻ വിത്ത് മോർ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്സ് ആയിട്ടുള്ള ഓക്സിജൻ, ഫ്ലൂറിൻ ആൻഡ് നൈട്രജൻ. ഇവരൊക്കെ ആയിട്ട് ഹൈഡ്രജൻ ഫോം ചെയ്യുന്ന ബോണ്ടിനെയാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ട്സ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് ബോണ്ട് ആണുള്ളത്. ഏതാണ്? ഇന്റർ മോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, ഇൻട്രാ മോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇന്റർ മോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആൻഡ് ഇൻട്രാ മോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. എന്താണ് ഇന്റർ മോളിക്യുലാർ? ഞാനിപ്പോ HF എടുക്കുകയാണെങ്കിൽ 2 HF മോളിക്യൂൾസിന്റെ ഇടയിൽ ഈ ഫ്ലൂറിനും ഹൈഡ്രജനും തമ്മിൽ ഒരു ചെറിയ ഹൈഡ്രജൻ ബോണ്ടിങ്, ഇവിടെ അടുത്ത HF മോളിക്യൂളായിട്ട് ഫ്ലൂറിനും ഹൈഡ്രജനും ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടായിരിക്കും. ഇതാണ് ഇന്റർ മോളിക്യുലാർ, 2 മോളിക്യൂൾസിന്റെ ഇടയിൽ. ഇനി ഇൻട്രാ മോളിക്യുലാർ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? 2 നൈട്രോഫീനോൾ അല്ലെങ്കിൽ ഓർത്തോ നൈട്രോഫീനോൾ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, ഈ ഹൈഡ്രജനും ഈ ഓക്സിജനും തമ്മിലൊരു ബോണ്ട് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനെ ഈ വിത്തിൻ ദ മോളിക്യൂളാണ് ഈ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഇൻട്രാ മോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഇതാണ് നമുക്കുള്ള 2 ടൈപ്സ് ഓഫ് ഹൈഡ്രജൻ ബോണ്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഹാസ് ഹയർ ബോയിലിംഗ് പോയിന്റ്? ഓർത്തോ നൈട്രോഫീനോളിനാണോ പാരാനൈട്രോഫീനോളിനാണോ കൂടുതൽ എന്താ പറയുക ബോയിലിംഗ് പോയിന്റ് ഉണ്ടായിരിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവർ രണ്ടുപേരെയും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓർത്തോ നൈട്രോഫീനോളിൽ എന്ത് പോസിബിൾ ആണ്? ഹൈഡ്രജൻ ബോണ്ടിങ് പ്രസന്റ് ആണ് അല്ലെങ്കിൽ പോസിബിൾ ആണ്. ഇൻട്രാ മോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് തന്നെ ഇവിടെ പ്രസന്റ് ആയതുകൊണ്ട് ഇവിടെ കൂടുതൽ ബോയിലിംഗ് പോയിന്റ് വരുന്നത് ആർക്കായിരിക്കും? ഓർത്തോ നൈട്രോഫീനോളിനായിരിക്കും, ഡ്യൂ ടു ഇൻട്രാ മോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ക്ലിയർ? ദാൻ
എന്ത് പാരാനൈട്രോഫീനോൾ. പാരാനൈട്രോഫീനോൾ വരുന്നത് എന്തായിരിക്കും? അവിടെ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് പ്രസന്റ് ആണ് നമുക്കറിയാം. ഇവിടെ ഇൻട്രാമോളിക്കുലാർ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താ പറയുക ബ്രേക്ക് ചെയ്യാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. സോ കൂടുതൽ ബോയിലിംഗ് പോയിന്റ് വരുന്നുണ്ടായിരിക്കുക ഓർത്തോനൈട്രോഫീനോളിനായിരിക്കും. ക്ലിയർ? ഓക്കെ, യെസ്. നെക്സ്റ്റ് ഇനി നമുക്ക് പറയാൻ പോകുന്നത് നമ്മുടെ തെർമോഡൈനാമിക്സ് ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. തെർമോഡൈനാമിക്സ് ചാപ്റ്ററിൽ നമുക്ക് എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് വരുന്ന റിപ്പീറ്റഡ് ആയി ചോദിച്ചു കാണുന്ന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ കൂടുതൽ സമയം കളയാതെ അഗെയിൻ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു. ഡെൽറ്റ എച്ചും ഡെൽറ്റ യു തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണല്ലേ. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. P delta V. Okay, clear? Yes. Okay, where delta H is the enthalpy change, delta U എന്ന് പറഞ്ഞാൽ internal energy change, P pressure, V volume change. ക്ലിയർ അല്ലേ? ഇതാണ് എന്ത് ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, യെസ്. ഡിഫൈൻ ലാറ്റിസ് എൻതാൽപ്പി. ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അയോണിക് കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയോണിക് കോമ്പൗണ്ട് ലാറ്റിസ് ഫോം ചെയ്യുന്ന സമയത്ത് അവർ റിലീസ് ചെയ്യുന്ന amount of എനർജീനെയാണ് നമ്മൾ പറയുന്നത് ലാറ്റിസ് എൻതാൽപ്പി. ലാറ്റിസ് എൻതാൽപ്പി ഓഫ് an ionic compound is the enthalpy change when 1 mole of ionic compound dissociate into gaseous ion. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ചെറുതായിട്ട് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളാരും ഇത് വല്ലാതെ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ഒരു അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ NaCl നമ്മൾ എടുക്കുകയാണെങ്കിൽ NaCl ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? Na ഗ്യാസ് അല്ലെങ്കിൽ അവരുടെ ഗേഷ്യസ് കോമ്പൗണ്ട്സ് ആയിട്ട് അവർ മാറുക. NaCl എന്ന് പറഞ്ഞ അയോണിക് കോമ്പൗണ്ട് അവരുടെ ഗേഷ്യസ് കോമ്പൗണ്ട്സ് ആയിട്ട് മാറാൻ എത്ര amount of എനർജി വേണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാവുമ്പം എത്ര amount of എനർജി വേണം, ഇതിനെയാണ് നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഒരു അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട amount of എനർജീനെ വേണമെങ്കിൽ നമുക്ക് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയാം, അല്ലെങ്കിൽ നേരെ തിരിച്ചും പറയാം. ഒരു അയോണിക് കോമ്പൗണ്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഗേഷ്യസ് കോമ്പൗണ്ട്സ് ആക്കാൻ ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെ നമുക്ക് എന്ത് വിളിക്കാം? ലാറ്റിസ് എൻതാൽപ്പി എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, ക്ലിയർ? Yes. Here comes the third question. What are the criteria for a spontaneous process? ഒരു spontaneous processന്റെ criteria എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം, നമുക്കൊരു ഇക്വേഷൻ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഡെൽറ്റ ജി നെഗറ്റീവ് ആയാലാണ് ഒരു റിയാക്ഷൻ എന്താവുക? സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആയിട്ട് മാറുക. ഡെൽറ്റ ജി ഈക്വൽ ടു 0 ആയാലാണ് എന്ത് സംഭവിക്കുക? ഇക്വിലിബ്രിയത്തിലെത്തി എന്ന് നമ്മൾ പറയുന്നത്. കറക്റ്റ് അല്ലേ? ഇനി ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ എന്തായിരിക്കും? നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആയിരിക്കും. ഇനി എന്താണ് ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ, എന്താണ് ഒരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ? സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു റിയാക്ഷന് ഒരു എക്സ്റ്റേണൽ എയ്ഡിൻ്റെ ഒരു സഹായമില്ലാതെ, അല്ലെങ്കിൽ എക്സ്റ്റേണലി നമ്മളൊരു പ്രഷറോ ടെമ്പറേച്ചറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കാതെ തന്നെ ആ റിയാക്ഷൻ അതിൻ്റെ രീതിയിൽ തന്നെ നടക്കാൻ ചാൻസസ് ഉള്ള റിയാക്ഷൻസിന് നമുക്ക് എന്ത് വിളിക്കാം? ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണെന്ന് വിളിക്കാം. ഓക്കെ, ഇനി നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക? നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ എയ്ഡ് കൊടുത്താൽ മാത്രമേ ആ റിയാക്ഷൻ എന്ത് ചെയ്യുള്ളൂ? ക്യാരി ഔട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആ റിയാക്ഷൻ നടക്കുകയുള്ളൂ. അങ്ങനത്തെ റിയാക്ഷൻ നമുക്ക് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്കുള്ള ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്കറിയാം റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആവണം. ക്ലിയർ അല്ലേ? യെസ്. ഡെൽറ്റ ജി എപ്പോഴാണ് ഇവിടെ നെഗറ്റീവ് ആവുക? ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എന്ത് ചെയ്യണം? കുറയണം. ഡെൽറ്റ എസിന്റെ വാല്യൂ എന്ത് ചെയ്യണം? കൂടണം. കറക്റ്റ് അല്ലേ? എനർജി ചേഞ്ച് അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് ഡിക്രീസ് ചെയ്യണം, എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യണം. അങ്ങനെയല്ലേ? ഇവിടെ ചെറിയ വാല്യൂം ഇവിടെ വലിയ വാല്യൂ വന്നാലല്ലേ ഹോൾ വാല്യൂ നമുക്ക് നെഗറ്റീവ് കിട്ടുള്ളൂ. 100 മൈനസ് 50 ആണോ 50 മൈനസ് 100 ആണോ നെഗറ്റീവ് കിട്ടുക? 50 മൈനസ് 100. ദാറ്റ് മീൻസ് ഇവിടെ ഉള്ള ആൾ കുറയണം, അതായത് എൻതാൽപ്പി ചേഞ്ച് കുറയണം. ആൻഡ് ഇവിടുത്തെ ആൾ വലുതാവണം. ഇവിടുത്തെ ആൾ വലുതാണെന്ന് പറഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചറിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താണ്? എൻട്രോപ്പി എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. ഇതാണ് എന്ത് കണ്ടീഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ക്രൈറ്റീരിയ ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, ഡിഫൈൻ എൻട്രോപ്പി ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ്. എൻട്രോപ്പി എന്ന് വെച്ചാൽ നമ്മളെ മനസ്സിലേക്ക് ആദ്യം വരേണ്ട കാര്യമാണ് എന്ത്? ഡിസോർഡർനെസ്. ഓക്കെ, ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്?
entropy. Degree of disorderedness ne nammal vilikkunna perana endu entropy. It is a measure of degree of disorderness or randomness of a system ennu namukku parayam. Adine the unit of entropy and entropy change joule per kelvin per mole aanu nammal samsarikkarullathu. Endana unit? Joule per kelvin per mole. Clear alle? Okay alle? Yes, ഇതാണ് എന്താപ്പോ എൻട്രോപ്പി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സ്റ്റേറ്റ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നമുക്കുണ്ട് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഉണ്ട്, അത് നമ്മുടെ എനർജി ഓഫ് കൺസർവേഷൻ തന്നെയാണ് നമുക്കറിയാം. ഇനി എന്താണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദി എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഓൾവേസ് വിൽ ഇൻക്രീസ് ഡ്യൂറിങ് എവറി സ്പോണ്ടേനിയസ് പ്രോസസ്. എല്ലാ സ്പോണ്ടേനിയസ് പ്രോസസ് നടക്കുന്ന സമയത്തും എൻട്രോപ്പി ഓഫ് ദ ഹോൾ യൂണിവേഴ്സ് എന്ത് ചെയ്യാണെന്നാണ് പറയുന്നത്? ഇൻക്രീസ് ചെയ്യാണ് എന്നാണ് എന്ത് നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം പറയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദി എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഓൾവേസ് ഇൻക്രീസസ് ഡ്യൂറിങ് എവറി സ്പോണ്ടേനിയസ് പ്രോസസ്. ക്ലിയർ? Okay, yes, okay. ഇനി നെക്സ്റ്റ് വൺ, എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി ചേഞ്ചസ് ഓഫ് എ റിയാക്ഷൻ ആർ 0. അതായത് നമുക്ക് എൻതാൽപ്പി ചേഞ്ച് തന്നു 40.63 കിലോ ജൂൾ പെർ മോൾ തന്നു. ദെൻ എൻട്രോപ്പി ചേഞ്ച് ഡെൽറ്റ എസ് തന്നു 108.8 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. പ്രെഡിക്ട് ദ ഫീസിബിലിറ്റി ഓഫ് എ റിയാക്ഷൻ അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ്. 270 അല്ല, 27 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് 40 കിലോ ജൂൾ പെർ മോളും ഡെൽറ്റ എസ് എത്രയാണെങ്കിൽ നമ്മുടെ ഡെൽറ്റ ജി നെഗറ്റീവ് ആവോ ഇല്ലേ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ഈ ഒരു തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫീസിബിലിറ്റി ഓഫ് എ റിയാക്ഷൻ ആണ്. ഫീസിബിലിറ്റി ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ. അതായത് ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്, അതെന്തായാലും നടക്കും. ഓക്കെ, ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ അതെന്താണ്? ഒരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ് നമുക്ക് പറയേണ്ടി വരും. സോ ഫീസിബിലിറ്റി ഓഫ് എ റിയാക്ഷൻ കണ്ടുപിടിക്കലാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് എത്തുമ്പോൾ, ഇക്വിലിബ്രിയം എത്തുമ്പോൾ എന്താണ്? എക്സ്റ്റെൻഡ് ഓഫ് എ റിയാക്ഷൻ ആണ് നമ്മൾ അവിടെ പറയുന്നത്. കറക്റ്റ് അല്ലേ? എക്സ്റ്റെൻഡ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആ റിയാക്ഷൻ നടന്നു, അതെപ്പോഴാണ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തത്? റിയാക്ഷൻ്റെ അവസാനത്തോട് അടുത്തപ്പോഴാണോ, അല്ലെങ്കിൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ അത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തോ, അല്ലെങ്കിൽ മിഡിലാണോ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തത്? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ഈ ഒരു ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്ററിൻ്റെ വൺ ഷോട്ട് നമ്മൾ ഉടനെ തന്നെ നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഡെൽറ്റ ജിന്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്, നമുക്ക് മനസ്സിലായി. ഇനി ഡെൽറ്റ ജിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡിഗ്രി സെൽഷ്യസിൽ തന്നതിനെ നമുക്ക് എങ്ങോട്ട് മാറ്റണം? കെൽവിനിലേക്ക് മാറ്റണം. സോ കെൽവിൻ ടെമ്പറേച്ചർ വിൽ ബി 27 പ്ലസ് 273 വിച്ച് ഇസ് ഈക്വൽ ടു 300 കെൽവിൻ. നമുക്കറിയാം ഡിഗ്രി സെൽഷ്യസും കെൽവിനും നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? കെൽവിൻ ഇസ് ഈക്വൽ ടു 273 പ്ലസ് ഡിഗ്രി സെൽഷ്യസ് എന്ന് നമുക്ക് എഴുതാം. കറക്റ്റ് അല്ലേ? യെസ്. ഇനി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിൽ നമ്മൾ കൊടുത്താൽ മതി. സോ 40.63 കിലോ ജൂൾ പെർ മോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം? 40.63 ഇൻറ്റു 10⁻³ എന്ന് നമുക്ക് എഴുതാം. എന്നിട്ട് നമുക്ക് അതിനെ ജൂളിലേക്ക് മാറ്റാം. മൈനസ് 300 ഇൻറ്റു 108.8 എന്ന് നമുക്ക് എഴുതേണ്ടി വരും. ക്ലിയർ അല്ലേ? യെസ്. സോ 40.63 ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞാൽ 40630 എന്ന് വരും. മൈനസ് 300 ഇൻറ്റു 108.8 എന്ന് പറയുന്നത് 108.8 ഇൻറ്റു 3 എന്ന് വരും. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ എങ്ങനെയായിരിക്കും? 8 ഇൻറ്റു 3 എത്രയാണ്? 24. Again 24, 26. So 2. So 3. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്നത് എന്താണ്? 326.4 ഇൻറ്റു എന്തിൻ്റെ ഒരു 100 കൂടെ നമ്മൾ 3യോടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളൂ. ദാറ്റ് മീൻസ് 32640 ആണ് നമുക്ക് വരുന്നുണ്ടായിരിക്കും. സോ 40630 മൈനസ് 32640 ആണ് നമുക്ക് ചെയ്യേണ്ടത്. സോ 13 4 കുറച്ചാൽ 9 ഉണ്ടായിരിക്കും. ദെൻ നമുക്ക് ഇവിടെ എത്രയാണുള്ളത്? 5 ഉണ്ട്. 5 6 കുറക്കാൻ പറ്റില്ല. 15 6 കുറച്ചാൽ എഗെയിൻ 9 ഉണ്ടായിരിക്കും. സോ നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കുക പിന്നെ എന്താണ്? നമ്മുടെ 9 മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 7. ദെൻ 3 മൈനസ് 3 0. സോ 7990 ആയിരിക്കും നമ്മുടെ ആൻസർ, വിച്ച് ഈസ് എ പോസിറ്റീവ് വാല്യൂ. കറക്റ്റ് അല്ലേ? ഒരു പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ജി ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് ഇംപ്ലൈസ് ഇറ്റ് ഈസ് എ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ദാറ്റ് റിയാക്ഷൻ വിൽ നോട്ട് ഹാപ്പൻ ബൈ ഇറ്റ്സ് ഓൺ. കറക്റ്റ് അല്ലേ? അതെന്താണ്? ഒരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണെന്നാണ് നമുക്ക് കിട്ടിയത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, യെസ്. ഡൗട്ട് ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് നമുക്ക് ഇതിന് ആൻസർ കൊടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, യെസ്. ഓക്കെ, ഇനി
calculate the standard energy for the conversion of oxygen to ozone at 298 Kelvin if equilibrium constant for this conversion is this much. Okay, അപ്പോൾ നമുക്ക് മനസ്സിലായി ഡെൽറ്റ ജി സീറോ ആണ് കണ്ടുപിടിക്കേണ്ടത്, പക്ഷേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ദാറ്റ് മീൻസ് ഡെൽറ്റ ജി സീറോയും നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലേ. ഓക്കെ, എന്താണ് ആ ഇക്വേഷൻ വരുന്നത്? ഡെൽറ്റ ജി സീറോ ഈക്വൽ ടു -2.303 RT ലോഗ് KC. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? ഈ ഒരു ചാപ്റ്ററിൽ നല്ല രീതിയിൽ ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരാറുണ്ട്. സോ നല്ലോണം ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഡെൽറ്റ ജി സീറോ ഈക്വൽ ടു -2.303 ഇൻറ്റു ആറിൻ്റെ വാല്യൂ നമുക്കറിയാം ജൂളിലായതുകൊണ്ട് തന്നെ 8.314 എടുക്കണം. ടെമ്പറേച്ചർ തന്നു 298 കെൽവിൻ ആണെന്നുള്ളത് ഇൻറ്റു ലോഗ് KC എത്രയാണ്? 2.47 ഇൻറ്റു 10⁻⁻29. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ജി സീറോൻ്റെ ആൻസർ കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ മാത്രം നമുക്കറിഞ്ഞാൽ നമുക്ക് എന്ത് വാങ്ങാം? 2 or 3 മാർക്സ് നമ്മളെ കയ്യിലായി. ഓക്കെ, ക്ലിയർ? എത്ര സിമ്പിളായിട്ടാണ് ഈ മാർക്സ് ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? ഈ ഒരു ഇക്വേഷൻ മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ഓക്കെ, ബാക്കി കാൽക്കുലേഷൻ നമുക്ക് എന്ത് ചെയ്യാം? സമയം എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? യെസ്. വെറുതെ അത് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ സമയം കളയുന്നില്ല. ഇനി ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇങ്ങനത്തെ ലോഗിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഐഡൻറ്റിറ്റീസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതിനെ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത് കിട്ടും. ഓക്കെ, ഇതിനെ മാത്രം എടുത്തിട്ട് നിങ്ങൾ സൈഡിലൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ലോഗ് m ഇൻറ്റു n ആണെങ്കിൽ ലോഗ് m+n എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് വരും? ലോഗ് ഓഫ് 2.47 ലോഗ് ഓഫ് 2.47 പ്ലസ് ലോഗ് ഓഫ് 10⁻⁻29 വരും. ഇവിടെ തന്നെ നിങ്ങളത് സോൾവ് ചെയ്തു -29 നിങ്ങൾക്ക് കിട്ടും. ലോഗ് ഓഫ് 2.47 എന്ന് പറയുന്നത് ലോഗ് 2-നെക്കാട്ടും കുറച്ചും കൂടെ വലിയൊരു വാല്യൂ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്കത് എടുക്കാനായിട്ട് കഴിയും. സോ നിങ്ങൾക്ക് പെട്ടെന്ന് അത് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. ഇനി കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്കൂളുകളാണെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH4 ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള ഇക്വേഷൻ എന്താണ്? C+O2 gives CO2. ഓക്കെ, അതിൻ്റെ ഡെൽറ്റ H തന്നിട്ടുണ്ട്, വിച്ച് ഇസ് -393.7 കിലോ ജൂൾ പെർ മോൾ. എല്ലാം കിലോ ജൂൾ പെർ മോളിലായതുകൊണ്ട് നമ്മളിപ്പോൾ ഇനി അതിനെ കൂടുതൽ കൺസേൺ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് ദിസ് ഈസ് അവർ ഇക്വേഷൻ 1. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? H2 + ½ O2 gives H2O. ഓക്കെ, ഇവിടെ നമുക്ക് തന്ന ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -285.8 കിലോ ജൂൾ പെർ മോൾ. ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 2. ഓക്കെ അല്ലേ? ഇനി തേർഡ് ഇക്വേഷൻ എന്താണ്? CH4 + 2O2 gives ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ അല്ല കേട്ടോ. CH4 + 2O2 gives CO2. ഓക്കെ, പ്ലസ് എന്താണ്? 2H2O. ക്ലിയർ അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ H ഇസ് ഈക്വൽ ടു -890.4 കിലോ ജൂൾ പെർ മോൾ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ 3. ഇനി നമ്മളോട് ചോദിച്ചത് കാൽക്കുലേറ്റ് ദി എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH4 എന്നാണ്. CH4ന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്തായിരിക്കും? നമുക്ക് വേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH4 ആണ്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ എലമെന്റ്സിൽ നിന്ന് എങ്ങനെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് ഒരു കാർബണും 2 ഹൈഡ്രജനും റിയാക്ട് ചെയ്തിട്ട് CH4 ഉണ്ടാവുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ ഈ ഒരു ഇക്വേഷനെ, ഈ 3 ഇക്വേഷന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഡിറൈവ് ചെയ്യാനായിട്ട് കഴിയണം. സോ ഈ CH4 എന്ന് പറയുന്നത് നമ്മുടെ RHS സൈഡിലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം ഇവിടുന്ന് ഷുവർ ആണ്, ഈ ഒരു റിയാക്ഷൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റിവേഴ്സ് ചെയ്യേണ്ടത്. സോ ഞാൻ തേർഡ് റിയാക്ഷൻ റിവേഴ്സ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്താണ് എനിക്ക് കിട്ടുക? എന്താ കിട്ടുക? CO2 + 2H2O gives CH4 + 2O2. അപ്പോൾ ഇതിൻ്റെ ഡെൽറ്റ H എന്തായിട്ട് മാറും? +890.4 ആയിട്ട് മാറും. കാരണം ഫോർവേഡ് റിയാക്ഷൻ ഇത് മൈനസ് ആണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ഇത് പ്ലസ് ആയിരിക്കും. ഓക്കെ അല്ലേ? നമുക്കറിയാം ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായാലും എൻഡോതെർമിക് ആയിരിക്കും. സെയിം വാല്യൂ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് സോർട്ട് ഔട്ട് ആയി. നമ്മുടെ CH4 ഇവിടെ കിട്ടി. ഇനി 2 ഓക്സിജൻ ഇവിടെ ഉണ്ട്. കറക്റ്റ് അല്ലേ? 2 ഓക്സിജൻ മോളിക്യൂൾ ഉണ്ട്. അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഈ LHS സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം?
അതിനൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയണം. ദെൻ നമുക്കറിയാം ഇവിടെ ഒരു കാർബൺ ഉണ്ട്. സോ നമുക്ക് ഈ ഇക്വേഷൻ എന്തായാലും വേണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയൊരു ഇക്വേഷൻ നമ്പർ 5. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് നമ്മുടെ ഈ ഒരു വാട്ടറിനെ ഇവിടെ നിന്ന് കളയണം, LHS സൈഡിൽ നിന്ന് കളയണം. ദാറ്റ് മീൻസ് RH സൈഡിൽ വാട്ടറിലുള്ള ഒരു റിയാക്ഷൻ നമുക്ക് വേണം, വിച്ച് ഈസ് ദിസ് റിയാക്ഷൻ. കറക്റ്റ് അല്ലേ? പക്ഷേ ഈ റിയാക്ഷനിൽ ഒരു ഹാഫ് O2 ഒക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു റിയാക്ഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 2H2 plus O2 gives 2H2O. ഇങ്ങനെ ഒരു റിയാക്ഷൻ എന്താ പറയുക, യെസ്, ഇങ്ങനെ ഒരു റിയാക്ഷൻ എനിക്ക് കിട്ടിയല്ലോ. ഇപ്പോൾ ഇതിൻ്റെ ഡെൽറ്റ എച്ച് എന്താണ്? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു -285.8 × 2 ആയില്ലേ? ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഞാൻ ഈ ഒരു എനർജീനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? കറക്റ്റ് അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഇതാണ് നമുക്ക് കിട്ടേണ്ട റിയാക്ഷൻ. ക്ലിയർ അല്ലേ? യെസ്, നമുക്ക് കിട്ടേണ്ട റിയാക്ഷൻ ഇതാണ്. യെസ്. ഓക്കെ. ഞാൻ ഇതിപ്പം എത്ര ദൂരം വരെ നിങ്ങൾക്ക് കാണുന്നതെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് യെസ്, നിങ്ങൾക്ക് ഇപ്പം ഇത് കണ്ടപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? സോ 1 നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രം. 1 പ്ലസ് എന്ത് ചെയ്യണം? 6 ചെയ്യണം. പ്ലസ് എന്ത് ചെയ്യണം? നമ്മുടെ 5 ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം? ഈ 1 ഉണ്ട്, 6 ഉണ്ട്, നമ്മുടെ 5 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1ലെ CO2 ഇവിടുത്തെ CO2 ക്യാൻസലായി. കറക്റ്റ് അല്ലേ? ഇവിടുത്തെ ഒരു ഓക്സിജനും ഇവിടുത്തെ ഒരു ഓക്സിജനും 2 ഓക്സിജനായി. ദാറ്റ് മീൻസ് ഈ 2 ഓക്സിജൻ ക്യാൻസലായി. കറക്റ്റ് അല്ലേ? ഇവിടുത്തെ 2 വാട്ടറും ഈ 2 വാട്ടറും ക്യാൻസലായി. ഇപ്പം നമുക്ക് എന്ത് മാത്രമേ ബാക്കിയുള്ളൂ? കാർബൺ, 2 ഹൈഡ്രജൻ ഗിവ്സ് ഒരു CH4. Got it? സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പം ഏതൊക്കെ റിയാക്ഷൻസ് ആണോ നമ്മൾ ആഡ് ചെയ്തത് അവരുടെ എൻതാൽപ്പീസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു റിയാക്ഷൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ 1ന്റെ എത്രയാണ്? -393.7 പ്ലസ് 6ന്റെ എത്രയാണ്? -285.8 × 2 വിച്ച് ഇസ് ഈക്വൽ ടു 7 ഉണ്ടായിരിക്കും. Then 471.6 minus 471.6 plus 5ന്റെ എത്രയാണ്? 890.4. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടി. ക്ലിയർ? ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ത് ചെയ്യും? കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ ആൻസർ കിട്ടി. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? ഒന്നുമില്ല. നമുക്ക് വേണ്ട ഇക്വേഷൻ എന്ത് ചെയ്യുക? തന്നിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുക. ഓക്കെ, ക്ലിയർ? യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഡിഫൈൻ ഗിബ്സ് എനർജി. ഗിവ് ദ ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിയസിറ്റി ഓഫ് എ പ്രോസസ് ഇൻ ടേംസ് ഓഫ് ഫ്രീ എനർജി ചേഞ്ച്. ഓക്കെ, നമ്മൾ ഗിബ്സ് ഫ്രീ എനർജി എന്ന് നമ്മൾ പറയുന്ന എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ്സ് എനർജി ദാറ്റ് ക്യാൻ ബി യൂസ്ഫുൾ ഫോർ വർക്ക്. ഇതാണ് നമ്മൾ ഗിബ്സ് എനർജീനെ കുറിച്ച് പറയാറുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ വർക്ക്. നമ്മുടെ എന്താ പറയുക സിസ്റ്റത്തിലുള്ള നമുക്ക് വർക്കിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഓഫ് എനർജീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗിബ്സ് ഫ്രീ എനർജി. നമ്മൾ സ്പോണ്ടേനിറ്റീൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ΔG നെഗറ്റീവ് ആവണം. ΔG നെഗറ്റീവ് ആവണമെങ്കിൽ ΔH കുറയണം. നമ്മുടെ എൻട്രോപ്പി എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം എന്നുള്ള ക്രൈറ്റീരിയയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Okay, yes. So it is defined as the maximum amount of available energy that can be converted to useful work. Okay, spontaneity എപ്പോഴാവുക? ΔG നെഗറ്റീവ് ആവുന്ന സമയത്ത് പ്രോസസ് എന്തായിരിക്കും? സ്പോണ്ടേനിയസ് ആയിരിക്കും. ഈ ഒരു കാര്യം നമുക്ക് പറയാം. ക്ലിയർ? യെസ്. നെക്സ്റ്റ് വൺ. ഡിഫൈൻ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ജസ്റ്റ് ഇതിനെ സ്റ്റേറ്റ് ഫംഗ്ഷനെ പാത്ത് ഫംഗ്ഷനെ നമ്മൾ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. ഓക്കെ, നിങ്ങൾ നമ്മുടെ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ 2 പോയിന്റ്സ് നമുക്കുണ്ടെങ്കിൽ ഓക്കെ, എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എത്താം എന്ന് ബിയിലേക്ക്. കറക്റ്റ് അല്ലേ? അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ പോവാം? ഇങ്ങനെയൊക്കെ പോയിട്ട് ഇങ്ങനെ എത്താം ബിയിലേക്ക്. ഇതൊരു പാത്താണ്, ഇത് വേറൊരു പാത്താണ്. ഇനി എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പോവാം, ഇത് അടുത്ത പാത്താണ്. ഓക്കെ, ഇനി എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പോവാം, ഇത് അടുത്ത പാത്താണ്. കറക്റ്റ് അല്ലേ? ഈ 4 എണ്ണം ഞാൻ എടുക്കുമ്പം ഇവിടെ 4 എണ്ണത്തിലും ഡിസ്റ്റൻസ് എന്താണ്? ഡിഫറെൻ്റ് ആണ്. കറക്റ്റ് അല്ലേ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദ ആക്ച്വൽ പാത്ത് ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. എവിടെ കൂടെ ഞാൻ
പോയോ അതിൻ്റെ അതെല്ലാം കൂടെ കൂടിയതാണ് എന്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആക്ച്വൽ പാത്ത് ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡിസ്റ്റൻസ് എന്ന് വിളിക്കുക. പക്ഷേ ഈ 4 ആളുകളുടെയും, ഇതിപ്പോൾ ആൾ എക്സ്, വൈ, ഇസഡ് ആൻഡ് എ, ഈ 4 ആളുകളാണ് ഈ പോയത് എന്നുണ്ടെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, എ ബി ആണ്. എ ബിന്റെ ഡിസ്റ്റൻസ് എത്രയാണോ അതാണ് അവരുടെ ഡിസ്പ്ലേസ്മെന്റ്. കറക്റ്റ് അല്ലേ? ദാറ്റ് മീൻസ് പാത്ത് ഫോളോഡിന് ഇൻഡിപെൻഡന്റ് ആയ ആളാണ് ആര്, നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? പാത്ത് ഫോളോഡിന് ഇൻഡിപെൻഡന്റ് ആയ ആളാണ് ആര്, ഡിസ്പ്ലേസ്മെന്റ്. അതുപോലെ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആ റിയാക്ഷൻ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ ഫോളോ ചെയ്യാത്ത, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഒരു സിസ്റ്റം എത്തി, സ്റ്റേറ്റ് എയിൽ നിന്നും സ്റ്റേറ്റ് ബിയിലേക്ക് ഒരു സിസ്റ്റം എത്തിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ എത്തി എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത അതിൻ്റെ വാല്യൂസിനെ നമുക്ക് എന്ത് വിളിക്കാം, അതിൻ്റെ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെന്ന് വിളിക്കാം. പക്ഷേ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. അതിന് നമുക്ക് എന്ത് വിളിക്കാം, പാത്ത് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും ആയിട്ട് നിങ്ങൾ അതിനെ കണ്ടാൽ മതി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ? യെസ്, ഓക്കെ. അപ്പം ഞാൻ വായിച്ചുതരാം. ദാറ്റ്സ് എ ഫംഗ്ഷൻ ഓർ എ പ്രോപ്പർട്ടി ദാറ്റ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ആൻഡ് നോട്ട് ഓൺ ദ path followed is called state function. എന്തായിരുന്നു ഇനീഷ്യൽ സ്റ്റേറ്റ്, എന്തായിരുന്നു ഫൈനൽ സ്റ്റേറ്റ്, ഇതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് എന്ത്, സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് പോലെ തന്നെ. എക്സാമ്പിൾ, ടെമ്പറേച്ചർ. ഓക്കെ, ഇനീഷ്യൽ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു, ഫൈനൽ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആയി. ഈ 100 ഡിഗ്രി സെൽഷ്യസ് ആവുന്നത് ഏതിലൂടെയാണ്, എന്ത് ചെയ്തിട്ടാണ് 100 ഡിഗ്രി സെൽഷ്യസ് ആവുന്നതെന്ന് ഉദ്ദേശിച്ചിട്ടാണോ? അല്ല. ക്ലിയർ അല്ലേ? അതിനെന്താണ്, കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തത്, ഇതിനെ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് വിളിച്ചത്. ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഡെൽറ്റ ജി, ഇതെല്ലാം എന്താണ്, സ്റ്റേറ്റ് ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ്. whereas path functions are the properties that depend on the path followed also. example, heat and work. ഓക്കെ, ഹീറ്റും വർക്കും എന്തിന് എക്സാമ്പിൾ ആണ്, നമ്മുടെ പാത്ത് ഫംഗ്ഷന് എക്സാമ്പിൾ ആണ് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്, ഓക്കെ. സോ ഇതാണ് എന്ത്, നമ്മുടെ പാത്ത് ഫംഗ്ഷനും സ്റ്റേറ്റ് ഫംഗ്ഷനും. ഓക്കെ, യെസ്. What are extensive properties and what are intensive properties? Give example also. Extensive properties ഉം intensive properties ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ അതിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതും ഡിപ്പെൻഡ് ചെയ്യാത്തതും ആയിട്ടുള്ളതാണ് എന്ത്, എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. നമുക്ക് നോക്കി നോക്കാം. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആർ ദ പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദ amount ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ദ സിസ്റ്റം. ആ ഒരു സിസ്റ്റത്തിൽ എത്ര amount ഓഫ് മാറ്റർ ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതാണ് എന്ത്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. ദാറ്റ് ക്യാൻ ബി വോള്യൂം, ലെങ്ത്, ഹൈറ്റ്, ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഗിബ്സ് എനർജി, ഹീറ്റ് കപ്പാസിറ്റി. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്, നമ്മുടെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ആണ്. ഇനി എന്തായിരിക്കും ഇന്റൻസീവ് പ്രോപ്പർട്ടി, അതിൽ എത്ര മാറ്റർ ഉണ്ട്, ആ സിസ്റ്റത്തിൽ എത്ര മാറ്റർ ഉണ്ട് എന്നുള്ളതിന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് എന്ത്, അതിന്റെ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ, അതിൽ എത്ര, ഇപ്പം 10 കിലോഗ്രാം ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, 1 കിലോഗ്രാം ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, രണ്ടാക്കും 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരേപോലെയാണ്. കറക്റ്റ് അല്ലേ? യെസ്. അതുകൊണ്ട് എത്ര മാറ്റർ ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ടെമ്പറേച്ചർ, പ്രഷർ, മോളാർ വോളിയം, ഡെൻസിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മോളാർ ഹീറ്റ് കപ്പാസിറ്റി. ഇവിടെ ഹീറ്റ് കപ്പാസിറ്റിയും ഇവിടെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി. മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റ് കപ്പാസിറ്റി ഓഫ് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുക. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സബ്സ്റ്റൻസിന്റെ അതിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി ഉയർത്താനായിട്ട് നമ്മൾ എത്ര ടെമ്പറേച്ചർ കൊടുക്കണം, അത് ഓരോ സബ്സ്റ്റൻസിനും അനുസരിച്ച് എന്ത് ചെയ്യും, ഡിഫർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അല്ലെങ്കിൽ അതിൽ നമ്മൾ എടുക്കുന്ന മാസിനനുസരിച്ച് അത് എന്ത് ചെയ്യും, ഡിഫർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ മോളാർ ഹീറ്റ് കപ്പാസിറ്റി അങ്ങനെയാണോ? അല്ല, കാരണം അത് 1 മോളിനാണ് നമ്മൾ സംസാരിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ മോളാർ ഹീറ്റ് കപ്പാസിറ്റി, വിസ്കസിറ്റി, സർഫസ് ടെൻഷൻ, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്, ഇന്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ആണ്. ഈ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ഓൺ എന്താണ്, മാറ്റർ. ഓക്കെ, യെസ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഈസ് ഇൻഡിപെൻഡന്റ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇതാണ് എന്താ, അപ്പോൾ നമ്മുടെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്താണ്, ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്താണ് എന്നുള്ളതിനുള്ള ആൻസർ.
Next question, give the first law of thermodynamics and also give its mathematical form. First law of thermodynamics നമ്മൾ ആദ്യം പറഞ്ഞു, കൺസർവേഷൻ ഓഫ് എനർജി ആണ്. എനർജി ക്യാൻ neither be created nor be destroyed. ഇതായിരുന്നു എന്ത് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് thermodynamics എന്ന് പറയുന്നത്. ദാറ്റ് ദ ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്തത്. അതായത് നമ്മുടെ ഉള്ളിലുള്ള എന്താ പറയുക അമൗണ്ട് ഓഫ് എനർജി എന്ന് പറയുന്നത് ക്യൂ പ്ലസ് ഡബ്ല്യു, ഹീറ്റും വർക്കും ആയിട്ടാണ് അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു മാത്തമാറ്റിക്കൽ ഫോം നമുക്ക് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ നമുക്ക് വേറൊരു രീതിയിലും പറയാം. എന്താണ്, നമ്മുടെ ഹോൾ യൂണിവേഴ്സിലെ എനർജി എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ യൂണിവേഴ്സിലുള്ള എനർജി എപ്പോഴും എന്താണ്, കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, ഡൗട്ട് ഇല്ലല്ലോ? യെസ്, okay. Next one, 13th question. Construct an enthalpy diagram for the determination of lattice enthalpy of sodium chloride. നമ്മൾ നേരത്തെ പറഞ്ഞു സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ ഒരു അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് നമുക്കറിയാം. സോഡിയം നമുക്ക് സോളിഡ് സ്റ്റേറ്റിലും ക്ലോറിൻ നമുക്ക് ഗേഷ്യസ് സ്റ്റേറ്റിലുമാണ്, പക്ഷേ മോളിക്യുലർ സ്റ്റേറ്റിലാണ് നമുക്കുള്ളത്. കറക്റ്റ് അല്ലേ? ഇവരെല്ലാത്തിനെയും മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ NaCl എന്ന് പറഞ്ഞ ഒരു അയോണിക് കോമ്പൗണ്ട് ആക്കി മാറ്റണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാറ്റിസ് എൻതാൽപ്പി. ഈ ഒരു എൻതാൽപ്പിയാണ് നമ്മുടെ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? യെസ്, ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് അങ്ങനെ ഒരു പാത്ത് തന്നെ തന്നിട്ടുണ്ട്. അത് ഞാനിവിടെ സ്നിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, യെസ്, നമുക്ക് ഫോം ചെയ്യേണ്ടത് Na പ്ലസ് Cl മൈനസ്. ഇതാണ് നമുക്ക് ഫോം ചെയ്യുന്ന ആൾ, അതായത് ഇതാണ് നമ്മുടെ അയോണിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്താ നടക്കുന്നത്, നമ്മുടെ NaCl സോളിഡ് ഇവിടെ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ സോഡിയം സോളിഡ് ഇവിടെ ഉണ്ട്, ദെൻ നമ്മുടെ ക്ലോറിൻ ഗ്യാസ് ഇവിടെ ഉണ്ട്. ഓക്കെ, യെസ്. ഇവരെന്ത് സംഭവിക്കും, ആദ്യം സോഡിയം സോളിഡ് സോഡിയം ഗ്യാസ് ആയിട്ട് മാറും, Cl2 അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് എനർജി ഉണ്ടായിരിക്കാം, ഞാൻ ബ്ലാക്കിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് എനർജി ഉണ്ടായിരിക്കുക, ഡെൽറ്റ സബ്ലിമേഷൻ എന്താൽപ്പിയാണ് ഉണ്ടായിരിക്കുക. കാരണം സോളിഡുള്ള ആളെ നമ്മൾ നേരെ ഗ്യാസിലേക്ക് മാറ്റി. സോ ഡെൽറ്റ എച്ച് സബ്ലിമേഷൻ. ഇനി ഇവരെന്താക്കി മാറ്റണം, Na പ്ലസ് ആക്കി മാറ്റി. Na പ്ലസ് ആക്കി മാറ്റാൻ നമുക്ക് എന്താ വേണ്ടത്, അയോണൈസേഷൻ എനർജി. കറക്റ്റ് അല്ലേ? അയോണൈസേഷൻ എനർജി അല്ലേ നമുക്ക് ഒരു ഇലക്ട്രോണെ കളയാൻ വേണ്ടത്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ക്ലോറിനെ Cl മൈനസ് ആക്കി മാറ്റണം. ക്ലിയർ അല്ലേ? ആദ്യം നമുക്ക് ഈ Cl2 എന്ന് പറയുന്ന ആൾ ആരാക്കി മാറ്റണം, ആദ്യം Cl ആക്കി മാറ്റണം. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ബോണ്ട് എൻതാൽപ്പിയാണ് വേണ്ടത്. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ക്ലോറിൻ ആക്കി മാറ്റി. ഓക്കെ, ഇനി ആ ക്ലോറിൻ എന്താക്കി മാറ്റണം, Cl മൈനസ് ആക്കി മാറ്റണം. Cl മൈനസ് ആക്കി മാറ്റാൻ നമ്മൾ എന്താ കൊടുക്കേണ്ടത്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ് അവിടുന്ന് റിലീസ് ചെയ്യപ്പെടുക. ഓക്കെ അല്ലേ? അപ്പോൾ Cl മൈനസ് ആയിട്ട് മാറി. ഇനി ഇവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് എന്തായിട്ട് മാറും, NaCl എന്ന് പറഞ്ഞാൽ സോളിഡ് ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? അതിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ അമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മൾ എന്ത് വിളിച്ചത്, ലാറ്റിസ് എൻതാൽപ്പി എന്ന് വിളിച്ചത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് അതിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നമ്മൾ എഴുതുന്നത്. ഓക്കെ അല്ലേ? അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് കോമ്പൗണ്ട്സ് തന്നെ അത് എങ്ങനെയാണ് അതായിട്ട് മാറുക എന്നുള്ളതാണ് നമ്മുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, ആദ്യം സോഡിയം സോളിഡിനെ നമ്മൾ എന്താക്കി മാറ്റും, സോഡിയം ഗ്യാസ് ആക്കി മാറ്റും. അവിടെ നമുക്ക് എൻതാൽപ്പി ഓഫ് എന്ത് വേണം, സബ്ലിമേഷൻ വേണം. ഓക്കെ, ഇനി ഞാൻ എൻതാൽപ്പി ഓഫ് സോഡിയം ഗ്യാസിനെ ഞാൻ Na പ്ലസ് ഗ്യാസ് ആക്കി മാറ്റും. അവിടെ എനിക്ക് എന്ത് വേണം, അയണൈസേഷൻ എൻതാൽപ്പി വേണം. ഇനി നമ്മൾ ആരേക്കാ പോണത്, ഹാഫ് ക്ലോറിനിലേക്കാണ് പോകുന്നത്. ഹാഫ് ക്ലോറിനിൽ ഞാൻ ക്ലോറിന്റെ ഇടയിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. സോ എനിക്ക് ഒരു ക്ലോറിൻ അവിടെ ഫോം ചെയ്യും ഇൻ ഗേഷ്യസ് ഫോം. അതെന്താണ്, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി നമുക്ക് പറയാം. ഈ ക്ലോറിൻ ആണോ എനിക്ക് വേണ്ടത്, അല്ല. Cl-നെ ഇലക്ട്രോൺ എടുത്തിട്ട് Cl മൈനസ് ആക്കി മാറ്റണം. ഇവിടുത്തെ നമ്മുടെ എനർജിയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നമ്മൾ വിളിച്ചത്. ഇനി എന്ത് ചെയ്താൽ മതി, ഈ Na പ്ലസും ഈ Cl മൈനസും കൂടി ചേർന്നിട്ട് NaCl ഉണ്ടായാൽ മതി. കറക്റ്റ് അല്ലേ? യെസ്, ഇവരെന്താവും, NaCl സോളിഡ് ആയിട്ട് മാറും. ഇതാണ് നമ്മുടെ ലാറ്റിസ് എൻതാൽപ്പി. ക്ലിയർ? ഓക്കെ, ഗോട്ട് ഇറ്റ്? യെസ്. അല്ലെങ്കിൽ ഇവരെന്ന് ആദ്യം തന്നെ Na സോളിഡ് പ്ലസ് ഹാഫ് Cl2 NaCl സോളിഡ് ഫോം ചെയ്യാനായിട്ടുള്ള ഈ എമൗണ്ട് ഓഫ് എനർജി നമുക്ക് എന്ത് വിളിക്കാം, ഫോർമേഷൻ. NaCl അയോണിന്റെ അല്ലെങ്കിൽ NaCl അയോണിക് കോമ്പൗണ്ടിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടണം. ക്ലിയർ? ഓക്കെ അല്ലേ? ഗോട്ട് ഇറ്റ്? യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻതാൽപ്പി ഡയഗ്രാം ഫോർ ദ ലാറ്റിസ് എൻതാൽപ്പി ഓഫ് സോഡിയം ക്ലോറൈഡ് നമുക്ക് പറയാം.
Got it? Clear? Okay, next one. What happens to the entropy during the following change? Entropy എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു that is the degree of disorderness. എന്താണ്? Degree of ഡിസോർഡർനെസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? നമ്മുടെ എൻട്രോപ്പി എന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് അല്ലേ? യെസ്. എൻട്രോപ്പിന് ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് ആണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കാണ്, ഗ്യാസ് ടു ലിക്വിഡ്, ഓക്കെ, എന്താ സംഭവിക്കാം? ഇവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് കുറവാണ്, ഇവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലാണ്, ഇവിടെ ഓർഡർനെസ് കുറവാണ്, ഇവിടെ ഓർഡർനെസ് കൂടുതലാണ്. ദാറ്റ് മീൻസ് എൻട്രോപ്പി കൂടുതൽ ഗ്യാസിനായിരിക്കും, എൻട്രോപ്പി കുറവ് ലിക്വിഡിനായിരിക്കും. ഇനിയും ഞാൻ സോളിഡിലേക്കും കൂടെ പോവുകയാണെങ്കിൽ എൻട്രോപ്പി എന്ത് ചെയ്യും? വളരെ കുറയും. കറക്റ്റ് അല്ലേ? യെസ്, അതന്നെയാണ് ഇവിടെ ഉള്ളത്. ഗ്യാസ് കണ്ടൻസസ് ഇൻ ടു ലിക്വിഡ് എന്ന് പറയുമ്പം എൻട്രോപ്പി ഡിക്രീസസ് എന്ന് നമുക്ക് പറയാം. കറക്റ്റ് അല്ലേ? ഇനി ഇവിടെ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് വേറൊരു സോളിഡും വേറൊരു ഗ്യാസും ആയിട്ട് എന്ത് ചെയ്യാണ്? ഡീകമ്പോസ് ചെയ്യാണ്. അപ്പൊ എന്താ ചെയ്യുക? അവിടെ ഡിസോർഡർനെസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ക്ലിയർ? ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 1 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഫോർ എ റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ. റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ അങ്ങനെയാകുമ്പോൾ നമ്മുടെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്താ വരുന്നത്? -2.303. നമുക്ക് നോക്കി നോക്കാം എന്താണ് അതിന്റെ ഇക്വേഷൻ എന്നുള്ളത്. 1 mole ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഫ്രം എ വോളിയം ഓഫ് 10 ഡെസിമീറ്റർ ക്യൂബ് ടു എ വോളിയം ഓഫ് 20 ഡെസിമീറ്റർ ക്യൂബ്. ക്ലിയർ? ഓക്കെ, എന്താണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്? യെസ്, ഓക്കെ. ഐസോ -2.303 nRT log V2/V1 എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. -2.303 ഇൻറ്റു എത്ര മോൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? 1 മോൾ. സോ 1 ഇൻറ്റു R എത്രയാണ് നമ്മൾ എടുക്കേണ്ടത്? 8.314 ആണ് നമ്മൾ എടുക്കേണ്ടത്. NRT 27 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 300. ഓക്കെ, 298 അല്ല 300 ആണ്. ഓക്കെ, യെസ്. ഇൻറ്റു 300 into log V2/V1. V2 എന്ന് പറഞ്ഞാൽ 20. So 20 divided by 10 വരും. So log 2 വരും, which is very easy for us. So -2.303 into 8.314 into 300 into 0.3010. കാരണം log 2ന്റെ വാല്യൂ 0.3010 ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? വർക്ക് ഡൺ നമുക്ക് കിട്ടി. വർക്ക് ഡൺ നെഗറ്റീവ് ആണെങ്കിൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണോ, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണോ? ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആയിരിക്കും. ക്ലിയർ അല്ലേ? ഈ സിസ്റ്റം തന്നെയാണ് എന്ത് ചെയ്തത്? എക്സ്പാൻഡ് ചെയ്തത്. സോ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഓക്കെ, നമ്മളെപ്പോഴും കെമിസ്ട്രിയും ഫിസിക്സും തമ്മിലുള്ള ഡിഫറൻസ് നമ്മുടെ തെർമോഡൈനാമിക്സിൽ വരുന്നത് ഇത് തന്നെയാണ്. കെമിസ്ട്രിയിൽ നമ്മൾ നമുക്കാണ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫിസിക്സിൽ നമ്മൾ സിസ്റ്റത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുറവാണ്. അതായത് വർക്ക് ഡൺ ആണെങ്കിൽ, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് എന്താണ്? നമ്മളൊരു വർക്ക് ചെയ്യാണ്, ദാറ്റ് ഈസ് നെഗറ്റീവ് അല്ലേ? നമ്മുടെ എനർജി എന്താണ്? കുറയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആകുമ്പം ദാറ്റ് വിൽ ബി നെഗറ്റീവ്. പക്ഷേ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് കുറച്ച് എനർജി കിട്ടുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് പോസിറ്റീവ്. പക്ഷേ ഫിസിക്സിൽ നേരെ തിരിച്ചാണ് വരുന്നത്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം പോസിറ്റീവും വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം നെഗറ്റീവുമാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, കെമിസ്ട്രിയിൽ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ഫിസിക്സിൽ അവർ മറ്റുള്ള ആളുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ക്ലിയർ? ഞാൻ നമ്മളെന്ന് പറയുന്നത് സിസ്റ്റത്തിനാണ് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ തെർമോഡൈനാമിക്സ് ചാപ്റ്ററിലുള്ള നമുക്കുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ അത് നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് പോകാനുള്ളത് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലേക്കാണ്. ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇക്വിലിബ്രിയം ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞ ആ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? ഉഷാറല്ലേ? യെസ്, ഞാൻ കൂടുതൽ സമയം വൈകിപ്പിക്കാതെ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് നോക്കി നോക്കാം. റൈറ്റ് ദി എക്സ്പ്രഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ റിയാക്ഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ. KC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ടു ദി റിയാക്ടൻസ്. ഇതാണ് എന്ത്? നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. കോഎഫിഷ്യൻസ് ഉണ്ടെങ്കിൽ പവർ ആക്കി എഴുതുക. ഓക്കെ, സെക്കൻഡ് റിയാക്ഷൻ്റെ എഴുതുകയാണെങ്കിൽ NH3ന്റെ പവർ 2 N2 ഹൈഡ്രജൻ പവർ
3. ഇതാണ് എന്ത് ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയിരിക്കും. ഈസി ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യം. നെക്സ്റ്റ് വൺ KC KP റിലേഷൻ. അഗൈൻ ഈസി ക്വസ്റ്റ്യൻ. KP ഈക്വൽ ടു KC ഇൻറ്റു RT പവർ ഡെൽറ്റ n, വേർ KP ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അറ്റ് പ്രഷർ, ഇത് കോൺസെൻട്രേഷൻ, R എന്താണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. കറക്റ്റ് അല്ലേ? T എന്താണ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. കറക്റ്റ് അല്ലേ? ഡെൽറ്റ n എന്താണ് നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻസ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ്, give the relationship between KP and KC for the reaction. KP equal to KC RT പവർ ഡെൽറ്റ n ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡെൽറ്റ n വാല്യൂ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മതി. ഡെൽറ്റ n വാല്യൂ എന്ന് പറയുന്നത് 2 + 1 - 2 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. സോ 2 + 1 - 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ KP ഇസ് ഈക്വൽ ടു KC ഇൻറ്റു R ഇൻറ്റു T എന്ന് നമുക്ക് എഴുതാം. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. നെക്സ്റ്റ് വൺ, give 3 characteristics of equilibrium constant. Equilibrium constant characteristics എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അവർ ഓൺലി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? ടെമ്പറേച്ചറിനെയാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി വെൻ ദി കോൺസെൻട്രേഷൻസ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ഹാവ് അറ്റൈൻഡ് ദയർ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തുമ്പോൾ മാത്രമേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അവിടെ ഉണ്ടാവുകയുള്ളൂ. വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. റിയാക്റ്റൻസിന്റെയും പ്രോഡക്ട്സിന്റെയും ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്തോ ആയിക്കോട്ടെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉള്ള ആ ഒരു കോൺസെൻട്രേഷന് മാത്രമേ ഇവർ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ക്ലിയർ അല്ലേ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏക ഒരു കാര്യം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാറിയാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മാറാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ക്ലിയർ? നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് ലേ ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ. വെരി ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലേ ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ പ്രഷർ, ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ ഇങ്ങനത്തെ ആരെങ്കിലൊക്കെ നമ്മൾ മാറ്റിക്കളിച്ചു കഴിഞ്ഞാൽ സിസ്റ്റം വിൽ ട്രൈ ടു റീ അറ്റൈൻ ദ ഇക്വിലിബ്രിയം ബൈ സം കുറച്ച് ചേഞ്ചസ് ഒക്കെ അവിടെ വരുത്തിയിട്ട് പഴയ ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് സിസ്റ്റം ട്രൈ ചെയ്യും. അതിനാണ് നമ്മൾ ലേ ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ എന്ന് വിളിച്ചത്. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? നോ ഡൗട്ട്സ്, റൈറ്റ്? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗൈസ്. Explain the effect of temperature and pressure on the following equilibrium. Okay, ഇങ്ങനെ ഒരു റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണത്? 2NO2 gives N2O4. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഇവരുടെ ഡെൽറ്റ എച്ച് പറഞ്ഞത് -57.2 kJ/mol ആണ്. Okay, that means it is an exothermic reaction ആണ്. കറക്റ്റ് അല്ലേ? യെസ്. ഇനി ഇവിടെ നമ്മൾ നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ എന്താ പറയുക ഡെൽറ്റ n വാല്യൂ നോക്കുകയാണെങ്കിൽ എത്രയാണ് വരുന്നത്? 1 - 2 ആണ് വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു -1. ക്ലിയർ? യെസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം റിയാക്റ്റന്റിന്റെ സൈഡിലാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുതലായിട്ടുള്ളത്. ദാറ്റ് മീൻസ് പ്രഷർ കൂടുതൽ എവിടെയാണ്? റിയാക്റ്റൻസിന്റെ സൈഡിലാണ്. പ്രഷർ കുറവ് പ്രോഡക്റ്റിന്റെ സൈഡിലാണ്. അക്കോർഡിംഗ് ടു ലേ ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ, ഒരു എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിലീസ് ചെയ്യുന്ന, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന റിയാക്ഷൻസ് ആണ്. കറക്റ്റ് അല്ലേ? യെസ്. ഞാൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം വിൽ ട്രൈ ടു റെഡ്യൂസ് ദ ടെമ്പറേച്ചർ അക്കോർഡിംഗ് ടു ലേ ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ. ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യിപ്പിക്കണമെങ്കിൽ അവരെങ്ങോട്ട് പോകണം? ബാക്ക്വേർഡ് റിയാക്ഷനിലേക്ക് പോകണം. സോ നമുക്ക് പറയാം എന്ത്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കുറയും, അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ കുറഞ്ഞിട്ട് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നുണ്ടായിരിക്കുക എന്ന് നമുക്ക് പറയാം. എഗെയിൻ ഞാൻ പ്രഷർ ആണ് ഇൻക്രീസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ, പ്രഷർ ഇൻക്രീസ് ചെയ്താൽ പ്രഷർ കുറക്കാൻ നോക്കും. പ്രഷർ കുറയ്ക്കണമെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. ദാറ്റ് ഈസ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുക പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ. സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു റിയാക്ഷൻ നോക്കി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Predict the effect of change of pressure. Change of pressure വേണമെങ്കിൽ അവിടെ ഡെൽറ്റ n വരും. ഡെൽറ്റ n ഇവിടെ എത്രയാണ്? 2 - 2 which is equal to 0. So നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ ചേഞ്ച് ഇല്ലാത്തടത്തോളം കാലം പ്രഷർ ഹാസ് നോ എഫക്ട് ഇൻ ദിസ് റിയാക്ഷൻ എന്ന് നമുക്ക് പറയാം. ഈ റിയാക്ഷനിൽ പ്രഷറിന് ഒരു എഫക്റ്റും ഇല്ല, കാരണം ഇവിടുത്തെ ഡെൽറ്റ n എന്താണ്? 0 ആണ്. ഡെൽറ്റ n is equal to 0. ഓക്കെ അല്ലേ? Clear അല്ലേ? Next one. Write Arrhenius concept of acids and bases. Give one example for each acid and base. According to Arrhenius concept, acids are the substance which releases H+ and bases are the substance which releases OH-. For example, HCl പറയാം, ഇവിടെ നമുക്ക് NaOH പറയാം. ഓക്കെ അല്ലേ?
ക്ലിയർ അല്ലേ? HCl എന്ത് പറയും? എന്ത് കൊടുക്കും? H പ്ലസിന് കൊടുക്കും. NOH എന്തിനു കൊടുക്കും? OH മൈനസിന് കൊടുക്കും. ക്ലിയർ? നെക്സ്റ്റ് വൺ, write Bronsted concept of acids and bases. Bronsted concept of acids and bases is very simple. Acids are the substance which releases H plus and bases are the substance which accept H plus. Okay, for example, അമോണിയയും HCl റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതെന്തായിട്ട് മാറും? NH4 പ്ലസ് ആയിട്ട് മാറും, Cl മൈനസ് ആയിട്ട് മാറും. ഇവിടെ ദിസ് ഇസ് ആസിഡ്, കാരണം ഇത് അതിന്റെ H പ്ലസിനെ വിട്ടുകൊടുത്തു. H പ്ലസിനെ എടുത്ത ആളാരാണ്? അമോണിയ. അതായിരിക്കും ഇവിടുത്തെ ബ്രോൺസ്റ്റഡ് ബേസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ പറയാം. ക്ലിയർ അല്ലേ? ഇത് ബേസും ഇത് ആസിഡും ആണെങ്കിൽ ഈ ബേസിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഈ ഒരു അയോണിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? കോൺജുഗേറ്റ് ആസിഡ്. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് എന്ത്? കോൺജുഗേറ്റ് ബേസ്. ക്ലിയർ ആണോ? ഒരു ആസിഡ് എന്ന് ഉണ്ടാവുന്നതിന് നമ്മൾ വിളിക്കുന്നത് കോൺജുഗേറ്റ് ബേസ് എന്നും, ബേസ് എന്ന് ഉണ്ടാവുന്നതിന് നമ്മൾ വിളിക്കുന്നത് കോൺജുഗേറ്റ് ആസിഡ് എന്നും. അപ്പോൾ കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ ആസിഡ് എന്ന് ഉണ്ടാവുന്ന നമുക്കറിയാം. സോ ഒരു കോൺജുഗേറ്റ് ബേസും അതിന്റെ ആസിഡും എടുക്കുകയാണെങ്കിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഒരു H പ്ലസിന്റെ ഡിഫറൻസ് ആണ് കോൺജുഗേറ്റ് ബേസ് ആൻഡ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയേഴ്സിന്റെ ഇടയിൽ ഉണ്ടായിരിക്കുക. ദർ ഈസ്, നമുക്കിവിടെ ഇങ്ങനെ പറയാം, ദർ ഈസ് എ ഡിഫറൻസ് ഓഫ് H plus in conjugate acid base pair. ഈ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ഇവിടെ വരുന്നത് HCl ഉം Cl മൈനസും. ഇവരുടെ ഇടയിലുള്ള ഏക ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു H പ്ലസിന്റെ ഡിഫറൻസ് ആണ് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയും അതെ, ഒരു H പ്ലസിന്റെ ഡിഫറൻസ് ആണ് ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്താണ് എന്നാണ് ചോദിച്ചത്. അക്കോർഡിംഗ് ടു ബ്രോൺസ്റ്റഡ് ലോറി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇല്ലസ്ട്രേറ്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ എന്നുള്ള കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ്, കോൺജുഗേറ്റ് ആസിഡ് ആണ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. കോൺജുഗേറ്റ് ആസിഡ് ഓഫ് ദി ഫോളോയിങ്. കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യണം? ഒരു H പ്ലസിനെ എന്ത് ചെയ്യണം? അവിടുന്ന് കളയണം. കറക്റ്റ് അല്ലേ? യെസ്, സോറി, കോൺജുഗേറ്റ് ആസിഡ് ആണ് എഴുതാൻ പറഞ്ഞത്. അതായത് ഇവർ ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവര് ബേസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് അതിനാണ് എന്തുണ്ടാവുക? കോൺജുഗേറ്റ് ആസിഡ് ഉണ്ടാവുക. സോ ഇവര് ബേസ് ആണെങ്കിൽ ഇവർ H പ്ലസിന് എടുക്കണം. സോ CO3 2 മൈനസ് എന്ന് പറയുന്ന ബേസിന്റെ കോൺജുഗേറ്റ് ആസിഡ് എന്തായിരിക്കും? HCO3 മൈനസ് ആയിരിക്കും. കാരണം ഒരു H പ്ലസിന് അവരെടുത്തു. ക്ലിയർ? ഓക്കെ, ബേസ് ആയതുകൊണ്ട് തന്നെ H പ്ലസിനെ ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുക. ദെൻ H2 എന്ന് പറയുന്ന ബേസ് അത് ഒരു H പ്ലസിനെ എടുത്തിട്ട് H3O പ്ലസ് ആയിട്ട് മാറും. അതായിരിക്കും അവരുടെ കോൺജുഗേറ്റ് ആസിഡ് ആയിട്ട് മാറുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, റൈറ്റ് ദി കോൺജുഗേറ്റ് ബേസ്. കോൺജുഗേറ്റ് ബേസ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ തന്നിട്ടുള്ളത് ആരാണ്? ആസിഡ് ആണെന്നാണ് മീൻ ചെയ്യുന്നത്. ഇവരുടെ കോൺജുഗേറ്റ് ബേസിന് എഴുതാം. കോൺജുഗേറ്റ് ബേസിന് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു H പ്ലസിനെ നമ്മൾ അവിടെ നിന്ന് കുറക്കുകയാണ് ചെയ്യേണ്ടത്. സോ ഇവിടെ NH2 മൈനസ് കിട്ടും, ഇവിടെ എന്ത് കിട്ടും? യെസ്, ഓക്കെ. സോ ഇവിടെ H2Oയും കിട്ടും. ക്ലിയർ? ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ അതാണ്, സോറി NH2 മൈനസ് അല്ല കേട്ടോ. കോൺജുഗേറ്റ് ബേസ് എഴുതാൻ പറഞ്ഞാൽ ഒരു H പ്ലസിനെ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കറക്റ്റ് അല്ലേ? യെസ്, ഓക്കെ. യെസ്, NH2 മൈനസ് തന്നെയാണേ. ക്ലിയർ? ഓക്കെ. Next, state Lewis concept of acids and bases. Lewis concept il acids are the substances which accept electron. Electrons ne accept ചെയ്യുന്ന ആളുകളാണ് acids. Bases are the substance which donate electron. Electrons ne donate ചെയ്യുന്ന ആളുകളാണ് ആര്? bases എന്നാണ് Lewis acid concept പ്രകാരം പറയുന്നത്. Okay? Next one. Define ionization constant or ionic product of water. Water ionize ചെയ്ത് കഴിഞ്ഞാൽ H പ്ലസും OH മൈനസും ആയിട്ട് മാറും, അല്ലെങ്കിൽ H3O പ്ലസ് ആയിട്ട് മാറും എന്നുള്ള കാര്യം നമുക്കറിയാം. കറക്റ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ H പ്ലസിന്റെയും ഹൈഡ്രോണിയം അയോണിന്റെയും അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോണിന്റെയും OH മൈനസ് അയോണിന്റെയും കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ എന്ന് നമുക്ക് പറയാം. Clear? Okay, next one. Define pH. pH is equal to negative logarithm of concentration of H plus അല്ലെങ്കിൽ negative logarithm of concentration of H3O plus എന്ന് നമുക്ക് പറയാം. Okay, easy questions. Right, common ion effect. Common ion effect എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു weak electrolyte എന്ത് ഡിസോസിയേഷനെ എന്ത് ചെയ്യാണ്? ഡിസോസിയേഷൻ സപ്രസ് ചെയ്യാണ് by adding
കോമൺ അയോൺ ഇൻ ടു ഇറ്റ്. കോമൺ അയോൺ ആഡ് ചെയ്തിട്ട് ഒരു വീക്ക് ആസിഡിന്റെ അതിന്റെ ഡിസൊല്യൂഷനെ സപ്രസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ കോമൺ അയോൺ എഫക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ CH3COONA. ഓക്കെ, ഇവര് ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? CH3COO മൈനസും Na പ്ലസ് ആയിട്ട് മാറും. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആയിരിക്കും. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഒരു അസറ്റിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ചും കൂടെ CH3COO മൈനസ് അല്ലേ ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ 2 കോമൺ അയോൺസ് വന്നില്ലേ. സോ ഇവരുടെ ഡിസോസിയേഷൻ എന്ത് ചെയ്യും? അവരുടെ സപ്രസ് ചെയ്യാണ് ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? Yes. Next question. What is buffer solution? Buffer solutions are the solutions which can resist the change in pH. Change in pH resist ചെയ്യാൻ കഴിയുന്ന എന്താണ്? Yes. Change in pH by adding എന്ത്? small amount of acid or base. ഞാനൊരു സൊല്യൂഷൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൊല്യൂഷന്റെ എന്താ പറയുക pH എന്താകും? അസിഡിക് ആയിട്ട് മാറും. കറക്റ്റ് അല്ലേ? ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ബേസ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ pH എന്തായിട്ട് മാറും? ബേസിക് ആയിട്ട് മാറും. കറക്റ്റ് അല്ലേ? യെസ്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡും ബേസും ആഡ് ചെയ്താലും pHൽ മാറ്റം വരുത്താതെ നിലനിൽക്കാൻ കഴിയുന്ന സൊല്യൂഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ. 2 ടൈപ്പ് ബഫർ സൊല്യൂഷൻസ് നമുക്ക് ഉണ്ടാവാം. ബേസിക് ബഫർ ഉണ്ടാവാം ആൻഡ് അസിഡിക് ബഫറും നമുക്ക് എന്താണ്? പോസിബിൾ ആണ്. ക്ലിയർ അല്ലേ? എങ്ങനെയാണ് ഒരു ബഫർ സൊല്യൂഷൻ ഉണ്ടാവുക? ഒരു വീക്ക് ആസിഡ്, അതിന്റെ സോൾട്ട് ഓഫ് ദാറ്റ് വീക്ക് ആസിഡ് പ്ലസ് സ്ട്രോങ് ബേസ്. ക്ലിയർ അല്ലേ? ഇങ്ങനെ എന്തുണ്ടാവാം? അസിഡിക് ബഫർ ഉണ്ടായിരിക്കാം. അസിഡിക് ബഫർ. ഇനി എങ്ങനെയാണ് ബേസിക് ബഫർ ഉണ്ടാവുക? ഒരു വീക്ക് ബേസും ആ വീക്ക് ബേസ് ഒരു സ്ട്രോങ് ആസിഡ് ആയിട്ട് ഉണ്ടാക്കുന്ന സോൾട്ടും. സോ വീക്ക് ബേസ് പ്ലസ് സ്ട്രോങ് ആസിഡ്. ക്ലിയർ അല്ലേ? ഇവരുണ്ടാക്കുന്ന സോൾട്ട്. എഗെയിൻ ഇവിടെയും ഇവരുണ്ടാക്കുന്ന സോൾട്ട്. ഇതെന്ത് ഫോം ചെയ്യും? ബേസിക് ബഫർ ഫോം ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? Yes. Next one. Write one example each for acidic buffer and basic buffer. Simple. Acidic buffer നമ്മൾ പറഞ്ഞ ഒരു വീക്ക് ആസിഡ് ആണ് ആദ്യം നമുക്ക് വേണ്ടത്. സോ നമുക്ക് എന്ത് പറയാം? ഞാനൊരു വീക്ക് ആസിഡ് ആയിട്ടുള്ള CH3COOH എടുക്കുകയാണ്. അതൊരു സ്ട്രോങ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരുണ്ടാവുക? CH3COONA പ്ലസ് CH3COOH. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു ആസിഡിക് ബഫർ ആണെന്ന് വിളിക്കാം. ബേസിക് ബഫർ ആണെങ്കിൽ ഒരു NH4OH ആരുമായിട്ട് റിയാക്ട് ചെയ്യും? ഇനി ഇവര് HCl ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ NH4Cl ഉണ്ടാവും. ഇവര് എന്തായിട്ട് റിയാക്ട് ചെയ്യും? ഒരു ബേസിക് ബഫർ ആയിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നോ ഡൗട്ട്സ്, റൈറ്റ്? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ സോലുബിലിറ്റി പ്രോഡക്റ്റ്. സോലുബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സ്പാരിംഗ്ലി സോലുബിൾ ആയിട്ടുള്ള ഒരു സോൾട്ട്, അത് സോലുബിൾ ആയ സമയത്ത് അവരുടെ അയോണിക് കോൺസെൻട്രേഷൻസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? അവരുടെ സോലുബിലിറ്റി പ്രോഡക്റ്റ്. അല്ലെങ്കിൽ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനിലുള്ള കോൺസെൻട്രേഷൻ ടേംസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? സോലുബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വൺ. പ്രഡിക്ട് ദ നേച്ചർ ഓഫ് അക്വസ് സൊല്യൂഷൻ ഓഫ് ദി ഫോളോയിങ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിസൊല്യൂഷൻ ഓഫ് സോൾട്ട്. കറക്റ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? സോഡിയം അസറ്റേറ്റ്. സോഡിയം അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ CH3COONA. ഇവിടെയുള്ള അയോൺസ് ഏതൊക്കെയാണ്? CH3COO മൈനസ് ഉണ്ട്, Na പ്ലസ് ഉണ്ട്. Na പ്ലസ് ഒരു സ്ട്രോങ് ബേസ് എന്ന് വരുന്നത് ആയതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യില്ല? ഡിസോസിയേറ്റ് ചെയ്യില്ല. ഇവർ മാത്രമേ ചെയ്യുള്ളൂ. സോ നെഗറ്റീവ് അയോൺസ് ആണ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ അവർ OH മൈനസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ബേസിക് ആയിരിക്കും. ഓക്കെ. പോസിറ്റീവ് അയോൺസ് ആണെങ്കിൽ അവർ H പ്ലസ് പ്രൊഡ്യൂസ് ചെയ്യും. അതെന്തായിരിക്കും? അസിഡിക് ആയിരിക്കും. സ്ട്രോങ് അയോൺസ് ആരും എന്ത് ചെയ്യില്ല? ഡിസോസിയേറ്റ് ചെയ്യില്ല. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ CH3COO മൈനസ് ആണ് ഉണ്ടായിരിക്കുക. അവർ OH മൈനസിന് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് സൊല്യൂഷൻ വിൽ ബി ബേസിക്. ഓക്കെ. സോ ഇത് ബേസിക് ആണെന്ന് കിട്ടി. ഇനി NaCl രണ്ടും എന്താണ്? സ്ട്രോങ് ആണ്. സോ ഇവരെന്തായിരിക്കും ഫോം ചെയ്യുക? ന്യൂട്രൽ ആണ് ഇവര് ഫോം ചെയ്യുക. എന്താണ്? ന്യൂട്രൽ. ഓക്കെ. NH4Cl നമുക്ക് NH4 പ്ലസ് ഉണ്ട്, Cl മൈനസ് ഉണ്ട്. ഇതെന്താണ്? സ്ട്രോങ് ആണ്. ഇവർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ദാറ്റ് വിൽ ബി H പ്ലസ്. ദാറ്റ് മീൻസ് ദേ വിൽ ബി അസിഡിക്. ക്ലിയർ അല്ലേ? സോ ഇത് നമുക്ക് അസിഡിക് കിട്ടി. K2CO3 മൈനസ്. K2CO3 മൈനസിൽ നമുക്ക് K പ്ലസ് ഉണ്ട്, CO3 2 മൈനസ് ഉണ്ട്. സ്ട്രോങ് ആണ്. ഇവർ എന്ത് ചെയ്യും? OH മൈനസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇവര് ബേസിക് ആയിരിക്കും.
ക്ലിയർ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മുടെ സോൾട്ടിന്റെ എന്ത് ഡിസൊല്യൂഷൻ ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, if the concentration of hydrogen ion in a soft drink is 3 into 10 power minus 3, calculate its pH. Okay, so pH എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ആണെന്നുള്ളത്. സോ മൈനസ് ലോഗ് എന്താണ് 3 into 10 power minus 3 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ മൈനസ് ലോഗ് 3 പ്ലസ് മൈനസ് ലോഗ് 10 power minus 3 എന്ന് എഴുതാം. സോ മൈനസ് ലോഗ് 3 മൈനസ് -3 എന്ന് വരും. ലോഗ് 10 power എനിത്തിങ് ഈസ് ആ പവറിന്റെ വാല്യൂ. അതായത് നമുക്കറിയാം ലോഗ് 10 power m is equal to m ആണ്. സോ ഇവിടെ -3 ആയതുകൊണ്ട് -3. ഓക്കെ, സോ മൈനസ് ലോഗ് 3 പ്ലസ് 3 എന്ന് വരും. അത് നമുക്ക് 2.5 സംതിങ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. 2.5 എന്ന് പറയുന്നത് ലെസ് ദാൻ 7 ആയതുകൊണ്ട് തന്നെ ആ സൊല്യൂഷൻ വിൽ ബി അസിഡിക്. ക്ലിയർ അല്ലേ? അസിഡിക് സൊല്യൂഷൻ ആയിരിക്കും ഇത്. ഓക്കെ, നെക്സ്റ്റ് വൺ, കൺസിഡർ ദി ഇക്വിലിബ്രിയം സോളിബിലിറ്റി ഓഫ് AgCl ഇത്രയുമാണ്. ഫൈൻഡ് ഇറ്റ്സ് KSP. സോളിബിലിറ്റി പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ AgCl അവിടെ Ag പ്ലസും Cl മൈനസും, അതായത് ഇത് എസും ഇത് എസും, ഇത് 0 ആയിരിക്കും. ആദ്യം ഇവിടെ S 0 0, ദെൻ അറ്റ് ഇക്വിലിബ്രിയം ഇവിടെ 0 S S. സോ KSP വിൽ ബി ഈക്വൽ ടു S ഇൻറ്റു S S സ്ക്വയർ. S എത്രയാണ് തന്നത്? 1.06 ഇൻറ്റു 10 power minus 5 ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ 1.06 സ്ക്വയർ ഇൻറ്റു 10 power minus 10 ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നുണ്ടായിരിക്കാം. ഇത് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഈസി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉള്ളത്. ഇനി നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിഡോക്സ് റിയാക്ഷൻസിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. എന്താണ് റിഡോക്സ് റിയാക്ഷൻ പറയാനുള്ളത്, എന്തൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കി നോക്കാം. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. സ്റ്റേറ്റ് ദി ഇലക്ട്രോണിക് കോൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യുക. ഇലക്ട്രോൺസ് റിലീസ് ചെയ്യുന്നതാണ് എന്ത്? ഓക്സിഡേഷൻ. ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് എന്ത്? റിഡക്ഷൻ എന്ന് നമുക്ക് പറയാം. ഇതാണ് നമ്മുടെ ഇലക്ട്രോണിക് കോൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, റൈറ്റ് ദി ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. അതായത് +3 എന്നുള്ളത് +7 ആവുകയാണ്, അല്ലെങ്കിൽ -1 എന്നുള്ളത് 0 ആവുകയാണ്. ഇതൊക്കെ എന്താണ്? ഓക്സിഡേഷൻ എക്സാമ്പിൾ ആണ്. ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് റിഡക്ഷൻ. 0 ഉള്ളത് -1 ആവുകയാണ്, അല്ലെങ്കിൽ +7 ഉള്ളത് +3 ആവുകയാണ്. ഇതൊക്കെയാണ് എന്ത്? റിഡക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്രോമിയം ഇൻ K2Cr2O7. ഓക്കെ, സോ K2Cr2O7 നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പൊട്ടാഷ്യത്തിന്റെയും ഓക്സിജന്റെയും നമുക്കറിയാം എപ്പോഴും അവർ -2 +1 ആണ് റെസ്പെക്റ്റീവ്ലി കാണിക്കുന്നത് എന്നുള്ള കാര്യം കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ പൊട്ടാഷ്യം 2 ഉണ്ട്. സോ 2 into +1 പ്ലസ് ക്രോമിയത്തിന്റെ നമുക്കറിയില്ല, അതിന് നമ്മൾ X എന്ന് എടുക്കുകയാണ്. അങ്ങനത്തെ 2 പ്ലസ് 7 into -2 ഈക്വൽ ടു 0, കാരണം ഇതൊരു ന്യൂട്രൽ മോളിക്യൂൾ ആണ്. അങ്ങനെയാണെങ്കിൽ 2 + 2x - 14 is equal to 0 കിട്ടും. 2 - 14 -12 കിട്ടും. 2x is equal to 12 കിട്ടും. x is equal to +6. സോ ഇവിടുത്തെ ആൻസർ വരുന്നത് +6 ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി H2P2O5 നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഹൈഡ്രജന്റെ അറിയാം 2 into +1 പ്ലസ് 2 into x. P2നെ നമുക്കറിയില്ല. ഓക്കെ, 5 into -2 ഈക്വൽ ടു 0 കിട്ടി. സോ 2 + 2x - 10 is equal to 0 ആണ്. അങ്ങനെയാണെങ്കിൽ 2x is equal to 8 എന്ന് കിട്ടും. x is equal to +4 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് എഴുതാം H2SO4. ഓക്കെ, സോ H2SO4 നമ്മൾ നോക്കുകയാണെങ്കിൽ 2 into +1 പ്ലസ് x പ്ലസ് 4 into -2 ഈക്വൽ ടു 0 വരും. 2 + x - 8 is equal to 0 വരും. x is equal to +6 വരും. ക്ലിയർ? ഓക്കെ, ഇനി KMnO4 മാംഗനീസ്. സോ KMnO4, സോ +1
പ്ലസ് എക്സ് പ്ലസ് 4 ഇൻറ്റു മൈനസ് 2 ഈക്വൽ ടു 0 കിട്ടി. എക്സ് പ്ലസ് 1 മൈനസ് 8 ഇസ് ഈക്വൽ ടു 0 കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് 7 എന്ന് നമുക്കിവിടെ കിട്ടും. ക്ലിയർ അല്ലേ? ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാതെ ഇങ്ങനെ എഴുതി പോകുന്നത്. ഓക്കെ, നമുക്ക് അറിയുന്ന എല്ലാവരുടെയും നമ്മൾ എഴുതിയിട്ട് നമുക്ക് അറിയാത്തതിൻ്റെ ഏതിൻ്റെതാണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ നമ്മൾ എക്സ് ചെയ്താൽ. എല്ലാത്തിനെയും ഞാൻ ഈക്വേറ്റ് ചെയ്തത് 0 കൊണ്ടാണ്. ദാറ്റ് മീൻസ് ഇവരെല്ലാവരും ന്യൂട്രൽ മോളിക്യൂൾസ് ആയതുകൊണ്ടാണ്. ഇപ്പം MnO4 മൈനസ് എന്നാണ് തന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ എഴുതണമായിരുന്നു? എക്സ് പ്ലസ് 4 ഇൻറ്റു മൈനസ് 2 ഈക്വൽ ടു -1. ഇവരുടെ ചാർജ്, ടോട്ടൽ ചാർജ് -1 ആണെന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റോക്ക് നൊട്ടേഷനിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ആരുതാണോ ചോദിച്ചത് അയാളത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രാക്കറ്റിൽ റോമൻ ലെറ്ററിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എഴുതി കൊടുക്കുക എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ HAuCl4 ആണെങ്കിൽ ഇവരുടെ എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക? +1 പ്ലസ് എക്സ് -4 ഈക്വൽ ടു 0 ആണ്. എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 3 എന്ന് വരും. സോ നമ്മൾ അത് എങ്ങനെ എഴുതണം? HAu3Cl4. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ നമുക്കുള്ളതാണ് MnO2. MnO2ൽ നമുക്ക് പെട്ടെന്ന് അറിയാം എന്താണ്? എക്സ് -4 ഈക്വൽ ടു 0. ദാറ്റ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു +4. സോ നമുക്ക് എങ്ങനെ എഴുതാം? Mn4 റോമൻ ലെറ്റേഴ്സിൽ എഴുതണം O2. ഇനി FeO എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു 2 ആയിരിക്കും. സോ Fe2O. ക്ലിയർ? ഇനി TiO2 എന്ന് പറയുമ്പം എഗെയിൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. Tiൻ്റെത് വരുന്നത് +4 ആയിരിക്കും. സോ Ti4O. ക്ലിയർ? ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നോ ഡൗട്ട്, റൈറ്റ്? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Yes. Redox reactions are classified into 4 types. Describe any 3 of them with suitable examples. Redox reactions നമുക്ക് ഒരുപാട് ടൈപ്പ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് കഴിയും. അത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ നമുക്ക് പറയാം കോമ്പിനേഷൻ റിയാക്ഷൻ, ദെൻ ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ദെൻ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. വേറൊരു ടൈപ്പ് നമുക്ക് പറയാൻ പറ്റും ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ഇതൊക്കെയാണ് നമ്മുടെ 4 ടൈപ്പിൽ വരുന്നത്. ഓക്കെ, ഇനി കോമ്പിനേഷൻ റിയാക്ഷൻ എന്താണ്? ദാറ്റ് റിയാക്ഷൻ മേ ബി ഡിനോട്ടഡ് as A plus B equal to C. That is, either A or B or both A and B must be in their elemental form. അവരുടെ elemental form എന്നാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, കാർബൺ അതിന്റെ എലമെന്റൽ സ്റ്റേറ്റിലാണുള്ളത്. ഈതർ എ ഓർ ബി അല്ലെങ്കിൽ രണ്ടും. ഇവിടെ എ മാത്രം, കാർബൺ മാത്രം അതിന്റെ എലമെന്റൽ സ്റ്റേറ്റിലാണ്, ഓക്സിജൻ മോളിക്യുലർ സ്റ്റേറ്റിലാണ്. ഗിവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. കറക്റ്റ് അല്ലേ? ഇതിനെ നമുക്ക് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കാം. ഇനി ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല. ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, കോമ്പിനേഷന്റെ. ഒരു മോളിക്യൂൾ ഡീകമ്പോസ് ചെയ്തിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കണം? അത് ബ്രേക്ക് ഡൗൺ ടു 2 or more components in which at least one of them is in their elemental state. അവരെന്തായിരിക്കണം? അവരുടെ എലമെന്റൽ സ്റ്റേറ്റിലായിരിക്കണം. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? വേറൊരു കോമ്പൗണ്ടിലല്ല അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവരുടെ എലമെന്റൽ സ്റ്റേറ്റിൽ തന്നെയുള്ള അവരുടെ മോളിക്യൂളിനെയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇവിടെയാണ് കേട്ടോ ആരോ വരുന്നത്. ഇവിടെ കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനെ അതിന്റെ കോമ്പൗണ്ടിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് ആ പൊസിഷനിൽ കയറിയിരിക്കുക. ഇതിനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഹിയർ ആൻ അയോൺ ഓർ ആൻ ആറ്റം ഈസ് ഇൻ എ കോമ്പൗണ്ട് ഈസ് റീപ്ലേസ്ഡ് ബൈ an ion or an atom of another element. എങ്ങനെയാണ്? എക്സ് ഉണ്ടായിരുന്നു, YZ ഉണ്ടായിരുന്നു. ഈ വൈനെക്കാട്ടും റിയാക്റ്റീവ് ആണ് എക്സ്. അപ്പൊ എക്സ് എന്ത് ചെയ്തു? വൈയെ അവിടുന്ന് മാറിക്കോ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയും. എക്സ് അതിനെടുക്കും, വൈ പുറത്താവും. ക്ലിയർ? ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇനി ഡിസ്പ്രൊപ്പോർഷനേഷൻ എന്താണെന്നതാണ് നമ്മൾ നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത്. വാട്ട് ഈസ് എ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ? ഗിവ് എക്സാമ്പിൾ. ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്, ഇവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? H2O-നെയും O2-നെയും പ്രൊഡ്യൂസ് ചെയ്യും. സോ 2H2O2, 2 H2O-യും ഒരു O2-ഉം പ്രൊഡ്യൂസ് ചെയ്യും. ക്ലിയർ അല്ലേ? യെസ്. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, പെറോക്സൈഡിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -1 ആണ്. ഇവിടെ +1 ആണ്. ഇവിടെ വാട്ടറിൽ നോക്കുമ്പോൾ ഹൈഡ്രജന്റെ +1 ആണ്, ഓക്സിജന്റെ എത്രയാണ്? -2. O2-ൽ ഓക്സിജന്റെ എത്രയാണ്? 0. അപ്പോൾ ഈ -1 ഇവർ -2ലേക്ക് മാറി. ദാറ്റ് ഇസ് റിഡക്ഷൻ.
ഇവിടെ -1 നിന്ന് 0ലേക്ക് വന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. സെയിം ആൾക്ക് തന്നെ ഒരേ എലമെന്റിന് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അങ്ങനത്തെ റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, ദാറ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഇസ് കോൾഡ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ക്ലിയർ? ഓക്കെ, ഓക്കെ. അപ്പോൾ disproportionation reaction is a special type of redox reaction in which an element in one oxidation state is simultaneously oxidized and reduced. Next question. In this reaction, identify the following substance getting oxidized. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. Pb plus PbO2 plus 2H2SO4 gives 2PbSO4 plus 2H2O. ഓക്കെ, ഇവിടെ PB0, ഇവിടെ PB+4, ഇവിടെ PB+2. ഓക്കെ, 0 +2ലേക്ക് വന്നു. ദാറ്റ് ഈസ് വാട്ട്? ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. +4 നിന്നും +2ലേക്ക് വന്നു. ദാറ്റ് ഈസ് റിഡക്ഷൻ. സബ്സ്റ്റൻസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ് ആരാണ്? PB ആണ് ഓക്സിഡൈസ്ഡ് ആയത്. സബ്സ്റ്റൻസ് റെഡ്യൂസ്ഡ് ആരാണ്? PbO2 ആണ് റെഡ്യൂസ് ആയി പോയത്. ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്? ആർക്കാണോ റിഡക്ഷൻ സംഭവിച്ചത് അവരാണ് ഓക്സിഡൈസിങ് ഏജന്റ്. സോ അതാരായിരിക്കും? PbO2. റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? ആർക്കാണോ ഓക്സിഡേഷൻ സംഭവിച്ചത് അയാൾ. ദാറ്റ് ഇസ് PB. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ. ഇവിടെ രണ്ട് സ്ഥലത്തും H-ന് H+ തന്നെയാണ്, +1 തന്നെയാണ്. SO4 2 -2 ക്ലിയർ? നെക്സ്റ്റ് വൺ, ബാലൻസ് ദി ഫോളോയിങ് റിഡോക്സ് റിയാക്ഷൻ ബൈ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ചിട്ട് അസിഡിക് മീഡിയത്തിലാണ് ബാലൻസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ പെട്ടെന്ന് ചെയ്തു പോകും, കാരണം ഇതിന്റെ സെപ്പറേറ്റ് സെഷൻ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരു ബാലൻസിങ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അതന്നെ ഇവിടെയും പറഞ്ഞ് ഞാൻ കുറച്ച് ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നില്ല. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് പെട്ടെന്ന് ചെയ്തു നോക്കാം. അതിന് മുന്നേ ഞാൻ ഇതിന്റെ മെത്തേഡ് എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ആ റിയാക്ഷൻ സ്കെലിട്ടൺ ആയിട്ട് എഴുതുക. എന്നിട്ട് ആർക്കാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, ആർക്കാണ് റിഡക്ഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ രണ്ട് സ്ഥലത്തും നമ്മൾ ഇക്വേറ്റ് ചെയ്യിപ്പിക്കുക. ആൻഡ് ദെൻ അഗെയിൻ എലമെന്റ്സ് അതർ ദാൻ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ, ബാക്കി എല്ലാ എലമെന്റ്സിന്റെയും നമ്പർ ഈക്വൽ ആക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിജനെ നോക്കാം. ഹൈഡ്രജനെ നോക്കുക. എവിടെയാണ് ഹൈഡ്രജൻ ഇല്ലാത്തത് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമ്മൾ അസിഡിക് മീഡിയത്തിലാണെങ്കിൽ H+ ആഡ് ചെയ്യുക എന്നുള്ള കാര്യം. അല്ലെങ്കിൽ നമ്മൾ അയോണിക് ബാലൻസ് ചെയ്യണം. അയോൺസിനെ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. അതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാം. Cr2O7 2- plus SO3 2- gives Cr3 plus SO4 2-. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രോമിയം. സോ 2x plus 7 into -2 equal to -2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 2x - 14 equal to -2. 2x is equal to 12 കിട്ടും. x is equal to +6 കിട്ടും. സോ ക്രോമിയത്തിന്റെ ഇവിടെ വരുന്നത് +6 ആണ്, ഇവിടെ +3 ആണ്. സോ എഗെയിൻ റിഡക്ഷൻ ആണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സൾഫർ SO3 2- ആവുമ്പം x plus 3 into -2 equal to -2. x - 6 is equal to -2 നമുക്ക് പറയാം. x is equal to എന്താണ്? +4 ആണ് ഇവിടെ ഉണ്ടായിരിക്കുക. കറക്റ്റ് അല്ലേ? യെസ്, ഓക്കെ. യെസ്, 4 ആണ് ഇവിടെ ഉണ്ടായിരിക്കുക. ഇനി ഇവിടെ നോക്കുമ്പോൾ x plus 4 into -2 equal to -2. x - 8 equal to -2. x is equal to +6. കറക്റ്റ് അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ ഇവിടെ +6. ഇവിടെ എന്ത് നടന്നു? ഓക്സിഡേഷൻ നടന്നു. അപ്പോൾ ഓക്സിഡേഷൻ ആർക്കാണ്, റിഡക്ഷൻ ആർക്കാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. കറക്റ്റ് അല്ലേ? യെസ്. ഇനി ഇവിടെ എത്ര ഇലക്ട്രോൺസിന്റെ ആണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്? 3 ഇലക്ട്രോൺസ് ഇൻറ്റു 2, കാരണം 2 ക്രോമിയം ഉണ്ട് ഇവിടെ. കറക്റ്റ് അല്ലേ? ഇവിടെ ടോട്ടൽ എത്ര ഇലക്ട്രോൺസിന്റെ ആണ് വന്നിട്ടുള്ളത്? 2 ഇലക്ട്രോൺസിന്റെ. അപ്പോൾ രണ്ട് സ്ഥലത്തും ഇലക്ട്രോൺസിന്റെ എണ്ണം നമുക്ക് എന്ത് ചെയ്യണം? ഈക്വൽ ആക്കണം. ഓക്കെ, അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ നമുക്ക് 6 ഇലക്ട്രോൺസ് എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ 6 ആക്കണമെങ്കിൽ ഇതിനെ നമ്മൾ 3 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. കറക്റ്റ് അല്ലേ? എന്ത് ചെയ്യണം? 3 കൊണ്ട് ഈ SO3 2- SO4 2- ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പൊ ഇവിടെ എന്തായി? ഇൻറ്റു 3 ആയി, 6 ഇലക്ട്രോൺസ് ആയി. ഇലക്ട്രോൺസിന്റെ എണ്ണം നമ്മൾ എന്ത് ചെയ്തു? ഇക്വേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ബാക്കി എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ 2 ക്രോമിയം ഉണ്ട്, ഇവിടെ 1 ക്രോമിയം ഉള്ളൂ. സോ 2 ക്രോമിയം ഇട്ട് കൊടുത്തു. ഇവിടെ 3 സൾഫർ, ഇവിടെ 3 സൾഫർ. ഓക്കെ, യെസ്. അപ്പോൾ ക്രോമിയം ആൻഡ് സൾഫറിന് നമ്മൾ എന്ത് ചെയ്തു? നമ്പേഴ്സ് ഈക്വൽ ആക്കി. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്? അയോണിന്റെ ചാർജ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? Cr2O7 2- plus
3SO3 2 minus gives 2Cr3 plus plus 3SO4 2 minus. കറക്റ്റ് അല്ലേ? യെസ്. അങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ടോട്ടൽ ചാർജ് നോക്കുകയാണ് LHSലെയും RHSലെയും. അപ്പോൾ LHS നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു -2 ചാർജ് ഉണ്ട്, ഇവിടെ 3 × -2 ചാർജ് ഉണ്ട്, ദാറ്റ് ഈസ് -6. സോ ടോട്ടൽ -8 ചാർജ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ +6 ചാർജ് ഇവിടെ ഉണ്ട്, -6 ചാർജ് ഇവിടെ ഉണ്ട്. സോ ടോട്ടൽ 0 ചാർജ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, നമുക്ക് രണ്ട് സ്ഥലത്തെയും ചാർജ് എന്ത് ചെയ്യണം? ഇക്വേറ്റ് ചെയ്യണം. ഒന്നുകിൽ നമുക്ക് 8 നെഗറ്റീവ് ചാർജ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ 8 മൈനസും ഇവിടെ 8 മൈനസ് ആക്കാം, അല്ലെങ്കിൽ 8 പോസിറ്റീവ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ 0 ആക്കാം. ഇവിടെ 0 ഓൾറെഡി ആണ്. കറക്റ്റ് അല്ലേ? ഇനിയാണ് നമ്മൾ ഏത് മീഡിയത്തിലാണെന്ന് നോക്കേണ്ടത്. ഇവിടെ അസിഡിക് മീഡിയം ആണെന്ന് നമുക്ക് പറഞ്ഞത്. ദാറ്റ് മീൻസ് നമുക്ക് മീഡിയത്തിലുള്ളത് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള H+ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവ് ചാർജിന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ഞാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ 8H+ ആഡ് ചെയ്താൽ മതി. ഇവിടെ 8H+ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം? അതിന്റെ ഹാഫ് നമ്പർ വാട്ടറിനെ അപ്പുറത്തെ സൈഡിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് അല്ലേ? കഴിഞ്ഞു. നമ്മുടെ ഈ ഒരു ബാലൻസിങ് ഇവിടെ കഴിഞ്ഞു. നമുക്കിപ്പോൾ എന്ത് കിട്ടി? Cr2O7 2 മൈനസ് പ്ലസ് 3SO3 2 മൈനസ് പ്ലസ് 8H+ ഗിവ്സ് 2Cr3 പ്ലസ് പ്ലസ് 3SO4 2 മൈനസ് പ്ലസ് 4H2O. ഈ ഒരു എന്താ പറയുക ബാലൻസിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഓക്സിജനെ ഞാൻ മൈൻഡേ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് നോക്കി നോക്കാം എല്ലാം ബാലൻസ്ഡ് ആണോ എന്നുള്ള കാര്യം. 2 ക്രോമിയം 2 ക്രോമിയം, 3 സൾഫർ 3 സൾഫർ. ഓക്സിജൻ എത്രയാണ് ഇവിടെ? ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ഓക്സിജൻ ആണ് പ്രസന്റ് ആയിട്ടുള്ളത്? എത്ര ഓക്സിജൻസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്? ഇവിടെ 7 + 9 ദാറ്റ് ഈസ് 16 ഓക്സിജൻ. 16 ഓക്സിജൻ ആണ് ഇവിടെ. ഇവിടെ നോക്കുമ്പോൾ 12 + 4 അഗെയിൻ 16 ഓക്സിജൻ ആണ് ഇവിടെയും പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ക്രോമിയം നോക്കുമ്പോൾ 2 ക്രോമിയം ഇവിടെ, 2 ക്രോമിയം ഇവിടെ, 3 സൾഫർ ഇവിടെ, 3 സൾഫർ ഇവിടെ. ഓക്കെ അല്ലേ? യെസ്. 8 ഹൈഡ്രജൻ ഇവിടെ, 8 ഹൈഡ്രജൻ ഇവിടെ. എന്തായി? ബാലൻസ്ഡ് ആയി. ഓക്കെ, യെസ്. ഇതിന്റെ ഒക്കെ ബേസിക് മീഡിയത്തിലും അസിഡിക് മീഡിയത്തിലും ഉള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും ഹാഫ് റിയാക്ഷൻ മെത്തേഡും വേറെ വേറെ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയിട്ട് കാണാം കേട്ടോ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇത് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വഴി ഈ റിയാക്ഷനെ ബാലൻസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഹാഫ് റിയാക്ഷൻ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അതിന് എഴുതുക ആർക്കാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ഇതൊന്നും ഞാൻ വായിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ആർക്കാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, ആർക്കാണ് റിഡക്ഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് റിഡക്ഷൻ നടക്കുന്നതും ഓക്സിഡേഷൻ നടക്കുന്നതും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എഴുതുക. ദെൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ഇക്വേറ്റ് ചെയ്യുക, അവിടെയുള്ള എലമെന്റ്സിനെ ഇക്വേറ്റ് ചെയ്യുക ഫസ്റ്റ്. ദെൻ നമ്മൾ ഓക്സിജനിലേക്ക് പോവാണ്. ഓക്സിജന്റെ നമ്പർ നമ്മൾ എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യണം ബൈ ആഡിങ് സ്യൂട്ടബിൾ എമൗണ്ട് ഓഫ് വാട്ടർ മോളിക്യൂൾ. എത്ര വാട്ടർ മോളിക്യൂൾ ആണ് ആഡ് ചെയ്യുന്നത്? ഇത് അസിഡിക് മീഡിയത്തിലായതുകൊണ്ട് അതിന്റെ ഡബിൾ എമൗണ്ട് ഓഫ് H+ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബാലൻസിങ് ഇവിടെ കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതന്നെ ചെയ്ത് കാണിച്ചു തരാം ഞാൻ. Fe2+ പ്ലസ് Cr2O7 2 മൈനസ് ഗിവ്സ് Fe3+ Cr3+. ഓക്കെ, യെസ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ദിസ് ഈസ് ഓക്സിഡേഷൻ. Cr2O7 2 മൈനസിൽ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേജ് എത്രയാണ്? 2x പ്ലസ് -14 ഈക്വൽ ടു -2. 2x is equal to 12, x is equal to +6. +6 ന്ന് 3ലേക്ക് പോവാണ്. ദാറ്റ് ഈസ് റിഡക്ഷൻ. ഇനി ഞാൻ ഓക്സിഡേഷൻ ഹാഫ് സെല്ലും റിഡക്ഷൻ ഹാഫ് സെല്ലും വേറെ വേറെ എഴുതാനായിട്ട് പോവാണ്. Fe2+ ഗിവ്സ് Fe3+. ഇതെന്താ സംഭവിച്ചത്? ഒരു ഇലക്ട്രോൺ ഇവര് ലൂസ് ചെയ്തു. കറക്റ്റ് അല്ലേ? ഇനി ഞാൻ റിഡക്ഷൻ ഹാഫ് സെൽ എഴുതുകയാണെങ്കിൽ Cr2O7 2 മൈനസ് പ്ലസ് എത്ര ഇലക്ട്രോൺ ആണ്? ഒരു ക്രോമിയം 3 ഇലക്ട്രോൺസിനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഓക്സിഡേഷൻ നമ്പറിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് 3 ആണ്. സോ 3 × 2 6 ഉണ്ടായിരിക്കും. സോ 6 ഇലക്ട്രോൺസിനെ എടുത്തിട്ട് ആരായിട്ട് മാറും? 2 Cr3+ ആയിട്ട് മാറും. ഇവിടെ ഒരു ക്രോമിയം ആണ് ഉള്ളത്, അതിനെ നമ്മൾ 2 ആക്കി മാറ്റി. കറക്റ്റ് അല്ലേ? ഇപ്പൊ ഇവിടെ 6 ഇലക്ട്രോണും ഇവിടെ 1 ഇലക്ട്രോണും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യേണ്ട എല്ലായിടത്തും നമുക്ക് എന്താക്കണം? 6 ആക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു റിയാക്ഷനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6 Fe2+ ഗിവ്സ് 6 Fe3+ 6 ഇലക്ട്രോൺ എന്ന് കിട്ടി. ഇവിടെ വരുമ്പോൾ Cr2O7 2 മൈനസ് പ്ലസ് 6 ഇലക്ട്രോൺ ഗിവ്സ് 2 Cr3+ എന്നും കിട്ടി. ഇനി നമ്മൾ ഇവിടെ എല്ലാത്തിനെയും നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഓക്സിജൻ ഫസ്റ്റ് റിയാക്ഷനിലുണ്ടോ? ഇല്ല. സെക്കൻഡ് റിയാക്ഷനിൽ 7 ഓക്സിജൻ ഇവിടെ ഉണ്ട്. സോ 7 വാട്ടർ മോളിക്യൂൾ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. 7 വാട്ടർ മോളിക്യൂൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അസിഡിക് മീഡിയം ആയതുകൊണ്ട് 14H+ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം.
കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന് രണ്ടിനും കൂടെ ആഡ് ചെയ്യുക, പണി കഴിഞ്ഞു. ഓക്കെ, സോ Cr2O7 2- plus 6 Fe2 plus gives Cr3 plus 2 Cr3 plus 6 Fe3 plus 7 H2O. ഇവിടെ എന്തായിരിക്കും? ഇവിടെ എന്തുണ്ടായിരിക്കും? 14 H plus ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ എല്ലാത്തിനെയും ഒന്ന് നോക്കി നോക്കൂ, എല്ലാം ബാലൻസ്ഡ് ആണോ അല്ലേ എന്നുള്ള കാര്യം. 2 ക്രോമിയം 6 അയൺ 6 അയൺ, 14 ഹൈഡ്രജൻ 14 ഹൈഡ്രജൻ, 7 ഓക്സിജൻ 7 ഓക്സിജൻ. ക്ലിയർ അല്ലേ? ഈസി ആയിട്ട് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാഫ് റിയാക്ഷൻ മെത്തേഡിന്റെയും നമ്മുടെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിന്റെയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോയിട്ട് കാണണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്കിനൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ബാലൻസിങ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. എന്തായാലും നിങ്ങൾക്ക് ചോദിച്ചിരിക്കും. ഓക്കെ, യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. വെൻ CuSO4 സൊല്യൂഷൻ സ്റ്റോർഡ് ഇൻ അയൺ വെസൽ, ഒരു അയൺ വെസൽ ഉണ്ട്, ദാറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് അയൺ. ഇവിടെ നമ്മൾ എടുത്തത് എന്താണ്? കോപ്പർ സൾഫേറ്റ്. ഇവിടെ എന്തൊക്കെ ഉണ്ടാവും? Cu2+ ഉണ്ടാവും, SO4 2- ഉണ്ടാവും. കറക്റ്റ് അല്ലേ? യെസ്. ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ അയണിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് അഥവാ തുരിശ്, അതിനെന്ത് കളർ ഉണ്ട്? ബ്ലൂ കളർ ഉണ്ട്. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് Cu2+ അയോൺസ് ആണ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത സമയത്ത് അയൺ ഇസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. അപ്പോൾ എന്ത് ചെയ്യും? അയൺ കോപ്പറിനോട് പറയും, കോപ്പർ ഇങ്ങോട്ട് പോകുന്നു, ഞാൻ അങ്ങോട്ട് പോരുകയാണ്. എന്നിട്ട് അവർ FeSO4 ആയിട്ട് മാറും. അവിടെ ആരാണ് ഇപ്പോൾ ഉള്ളത്? Cu2+ മാറി Fe2+ ആണ് ഇവിടെ ഉള്ളത്. സോ അവിടെ ബ്ലൂ കളർ ഉണ്ടാവുമോ? ഇല്ല. കാരണം Fe2+ന്റെ കളറായിട്ടുള്ള പെയിൽ ഗ്രീൻ കളർ ആയിരിക്കും പിന്നെ നമുക്ക് കാണുന്നുണ്ടായിരിക്കാം. കോപ്പർ എന്ത് ചെയ്യും? ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. ക്ലിയർ അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കളറ് മാറുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്, ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ 4 ചാപ്റ്റേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോനെ താഴെ നിങ്ങൾക്ക് ചോദിക്കാം. എക്സാമിന് ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് എഴുതാനായിട്ട് നോക്കുക. ഇതിൻ്റെ PDF എന്തായാലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതുവരെ നമ്മുടെ ടെലഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വേഗം കയറി ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ PDF-ഉം കാര്യങ്ങളും നോട്ട്സും എല്ലാം നമ്മൾ ഇടുന്നതായിരിക്കും. ഇനി നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഷോർട്ട് ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. സോ നിങ്ങൾ അതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തിരിക്കുക കേട്ടോ. ആൻഡ് ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക. കാരണം എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ, ദിസ് ഇസ് യൂസ്ഫുൾ വീഡിയോ, റൈറ്റ്? ഓക്കെ, അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പറയാം, വേദാന്ത മലയാളത്തിൽ അടിപൊളി ക്ലാസ്സസ് ഉണ്ട് എന്നുള്ള കാര്യം അവരെയും കൂടെ പറഞ്ഞിട്ട് അവരോട് കൂടെ ഷെയർ ചെയ്യാനായിട്ട് പറയാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ സെഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യല്ല, കമൻറ്റിൽ വന്നിട്ട് പറയണം. ഞാൻ എന്തായാലും അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ. വീണ്ടും സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് ആയിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, ദിസ് ഇസ് മീ ഷിബില സൈനിങ് ഓഫ് ഫ്രം വേദാന്തു മലയാളം. ടാറ്റ.